शांति। बाबा से कितनी प्रीत है सबकी। नीत बनाया है बाबा को, अपना नीत बनाया है। मित्र माना मित्र, तो बाबा अपना फ्रेंड है, मित्र है, तो उस मित्र के साथ दिल का प्यार है, दिल की प्रीत। ബാബയോട് എല്ലാവർക്കും എത്രമാത്രം സ്നേഹമുണ്ടെന്ന് പാട്ട് കേട്ടതാണല്ലോ. അപ്പൊ ബാബയെ തന്റെ മീത്ത്, അതായത് കൂട്ടുകാരനാക്കിയില്ലേ എന്ന്. അപ്പൊ ബാബയോട് കൂട്ടുകാരൻ എന്നുള്ള സംബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്നേഹം ഉണ്ടാകും. ആരോടാണോ സ്നേഹം, അതിയായ സ്നേഹമുള്ളത്, അവരെ നമുക്ക് ഓർമ്മിക്കേണ്ടതായി വരാറില്ല, ഓട്ടോമാറ്റിക് ഓർമ്മ ഉണ്ടായിരിക്കും. एक है बाबा की याद आती है, दूसरी बाबा की याद सताती है. ഒന്ന് ബാബയുടെ ഓർമ്മ വരും, മറ്റേത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ. കാരണം ബാബയെ നമ്മൾ തന്റെ ലോകമാക്കി മാറ്റിയിരിക്കുകയാണ്. ബാബയുടെ പാലനയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നതും ശ്രേഷ്ഠമതം നൽകുന്നതും ബാബ തന്നെ. എന്റേതായി ഒരു ബാബ, രണ്ടാമതായി മറ്റാരുമില്ല. ബാബയല്ലാതെ എന്റെ കൂട്ടുകെട്ടിൽ മറ്റാരുമില്ല, ബാബ മാത്രമാണ് എന്റെ ലോകം. അങ്ങനെയുള്ള ഒരു കൂട്ടുകാരനാണോ ആക്കിയിരിക്കുന്നത്? കൈയുയർത്ത്. बाबा ने अपने बच्चों के लिए रुद्र ज्ञान यज्ञ की स्थापना की. ബാബ തന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ രുദ്രജ്ഞാന യജ്ഞം സ്ഥാപിച്ചത് തന്നെ. यज्ञ का पूरा नाम क्या है? യജ്ഞത്തിന്റെ പൂർണ്ണ നാമം എന്താണ്? പറയും. ആരെങ്കിലും ഒരാൾ കേൾപ്പിക്കുക. ജ്ഞാനയജ്ഞം. इसका अर्थ समझते हैं ना? राजस्व माना स्वराज्य के लिए, अश्वमेध शरीर को, अश्व शरीर है, अश्व इसको स्वाहा किया. ज्ञान स्थूल में स्वाहा नहीं किया, समझ से तन मन धन सब तेरा. यज्ञ में हम सब ने अपना तन मन धन स्वाहा किया, और जब इसको स्वाहा किया तो बाबा ने नई दुनिया की स्थापना किया. അതായത് അശ്വമേധ രുദ്രജ്ഞാന യജ്ഞം എന്നല്ലേ ഈ യജ്ഞത്തിന്റെ പൂർണ്ണനാമം വരുന്നത്. അപ്പൊ രാജശ്വ എന്ന് പറയുമ്പോൾ തന്നെ രാജ്യാധികാരത്തിന് വേണ്ടിയിട്ട് തന്റെ മുഴുവൻ ഈ ദേഹത്തെ മാത്രമല്ല, മുഴുവൻ ശരീരം, മനസ്സ്, ധനം എല്ലാത്തെയും നമ്മളതിന് സ്വാഹ ചെയ്തു. അതുകൊണ്ടാണ് ജ്ഞാനം വെറുതെ എന്തോ തോന്നലിലൂടെ ചെയ്തതല്ല, അറിവിലൂടെയാണ്, ജ്ഞാനത്തിന്റെ നേട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം നമ്മുടേത് സമർപ്പിച്ചത്. ഈ സമർപ്പണത്തിലൂടെയാണ് ബാബ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി രാജ്യത്തെ സ്ഥാപിക്കുന്നത്, സ്വർഗരാജ്യം സ്ഥാപിക്കുന്നത്. और जो यज्ञ करने वाले ब्राह्मण होते हैं वो बीच में अपने यजमानों से आहुति दिलाते हैं, स्वाहा कराते हैं. സാധാരണ ഈ സേട്ടുമാരാണ് ഇത്തരത്തിലുള്ള കൂടുതൽ യാഗങ്ങളൊക്കെ യജ്ഞം നടത്താറുള്ളത്. അപ്പൊ ആരാണ് അവരെ കൊണ്ട്? സേട്ടുമാര് ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ ബ്രാഹ്മണര് ആ ഒരു യജ്ഞകുണ്ടത്തിലേക്ക് ആ സേട്ടുമാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഓരോ വസ്തുക്കളും സ്വാഹ ചെയ്യിപ്പിക്കാറുള്ളത്. सेठ है, बड़े से बड़ा सेठ शिव बाबा है ना, उसने ब्रह्मा बाबा को निमित्त बनाया और रुद्र गीता ज्ञान यज्ञ की स्थापना किया. ഇവിടെ ഏറ്റവും വലിയ സേട്ടാരാണ്? ബാബയാണ്. അപ്പൊ ബാബ ബ്രഹ്മാവിൽ കൂടി എന്ത് ചെയ്തു? ഈ ഒരു രുദ്രജ്ഞാന ഗീതാജ്ഞാന യജ്ഞത്തെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. യജ്ഞത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇത്രയധികം ബ്രാഹ്മണരെയും തയ്യാറാക്കി.
1937 में यज्ञ की स्थापना हुई कायदे से। 1937 ആണ് നിയമപ്രകാരം ഈ യജ്ഞത്തിന്റെ ആരംഭം കുറിച്ചത്. वो मंडली की स्थापना जो हुई 1937 में हुई। शिव बाबा तो 1936 में आए, 36 में, लेकिन 37 में बाबा ने बहनों की कमेटी बना करके अपनी संपत्ति उनके आगे समर्पित कर दिया। അപ്പോൾ സേട്ടായിരിക്കുന്ന ബാബ നമുക്കറിയാം വന്നത് 1936 ഇത് നിയമരൂപേണ ഓം മണ്ഡലി സ്ഥാപിക്കപ്പെടുന്നത് 1937 അപ്പൊ ആ സമയത്ത് ബാബ അമ്മമാരുടെ ആ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിൽ ബ്രഹ്മബാബ തന്റെ സർവ്വതും സമർപ്പിക്കുകയാണ് ചെയ്തത്. उस समय से लेकर के आज तक यज्ञ कैसे चलता आया है, 50-55 साल का इतिहास तो मेरे आंखों के सामने का है. അപ്പോൾ ബായിജി പറയാണ് അന്ന് മുതൽ 1937 എന്ന് മുതൽ ബാബ എല്ലാം തന്റെ സ്വാഹ ചെയ്തു. അന്ന് മുതൽ ഇതുവരെ എങ്ങനെയാണ് യജ്ഞം തുടർന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രാക്ടിക്കൽ തന്റെ കണ്ണുകൊണ്ട് 56 വർഷത്തിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1960 में मम्मा 60 मम्मा हमारे गांव में आई थी, एक उत्तर प्रदेश के छोटे से गांव में 35 दादियों को लेकर के पिताजी ज्ञान में निकले थे और उन्होंने निमंत्रण दिया था। तो मम्मा एक गाड़ी में छोटी बस में आई थी। 3 दिन गांव में रही, जहाँ पानी, बिजली, लेटरिन, बाथरूम की कोई सुविधा नहीं, लेकिन सब तैयारी किया। मम्मा को वहाँ रखा 35 दादियों को। 1960 കാലഘട്ടത്തില് ബായിജി പറയാണ് അവരുടെ ഗ്രാമം ഉത്തർപ്രദേശിലെ ഒരു കൊച്ചു ഗ്രാമമായിരുന്നു. അവിടെ ഇന്നത്തെ പോലുള്ള ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വെള്ളത്തിൻ്റെതാകട്ടെ ബാത്റൂമിൻ്റെതാകട്ടെ അങ്ങനത്തെ യാതൊരു ഫെസിലിറ്റീസ് ഇല്ലാത്ത നമുക്ക് ഓർക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം എന്താണെന്ന്. അപ്പൊ ആ ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് 35 ദാദിമാരെയും കൂട്ടി ഒരു കൊച്ചു ബസ്സിൽ മമ്മ അവിടെ എത്തിയത്. 3 ദിവസക്കാലം അവിടെ താമസിക്കുകയും ചെയ്തു. और सभी दादियों को हमारे लौकिक पिताजी ने, चाचा जी ने बैलगाड़ियों पर बिठा करके पूरे गांव की परिक्रमा दिलाई. അപ്പൊ ഇവരുടെ അച്ഛനാണ് ആദ്യം നോളേജിൽ വന്ന ആ സമയത്ത്. അതേപോലെ അവരുടെ ആ ഒരു സമയത്ത് അവരുടെ അച്ഛനും അച്ഛനും എന്ന് തോന്നുന്നു അവര് കാളവണ്ടിയിൽ ഇരുത്തിയിട്ടാണ് മുഴുവൻ ഗ്രാമത്തിന് പ്രദർശനം എത്തിച്ചത്, ദാദിമാരെയും മമ്മിയും ഒക്കെ. അപ്പൊ ആ സമയത്ത് രാജുഭായിന്റെ പ്രായമായിരുന്നു 4 വയസ്സ്. इसलिए मुझे इतनी कोई स्मृति नहीं है, लेकिन हम छोटे थे तो पिताजी, चाचा जी सब ले जाते थे, बाहर खेलते थे, मुरली अंदर चलते. ഇവർക്ക് അത്ര ശ്രദ്ധ ഉണ്ടാവില്ലല്ലോ. പുറമെ ഇവര് കുട്ടികളാണല്ലോ, കളിക്കായിരുന്നു, അകത്ത് മുരളി നടക്കുന്നുണ്ടായിരുന്നു. लेकिन मम्मा की नजर तो पड़ी 1960 में 60 में. പക്ഷെ മമ്മയുടെ ദൃഷ്ടി ഇവരിൽ പതിഞ്ഞു 1960. मेरे लौकिक में पिताजी 3 भाई थे और मैं इकलौता बेटा था, तीनों के बीच में अकेला. അവരുടെ അച്ഛന് 3 മക്കളായിരുന്നു, ആൺകുട്ടികളെ. അതിൽ ഒരു 3 ബേട്ട. पिताजी 3 भाई, उसका बेटा मैं अकेला, एक के बीच. അവര് 3 സഹോദരന്മാർക്ക് അവർക്കിടയിൽ ഒരു മകനായിരുന്നു രാജു. क्योंकि हमारे पिताजी के जो बड़े भाई थे उन्होंने शादी नहीं किया, संन्यास ले लिया. छोटे जो थे वो बचपन में ज्ञान में आ गए, चाचा जी. तो इसलिए पिताजी को 2 बेटे हुए, एक बेटी एक बेटा. तो बेटी हमारी बड़ी बहन जी हैं, वो भी यूपी क्षेत्र की संचालिका हैं उत्तर प्रदेश में, और मैं मधुबन में हूँ. तो दोनों समर्पित हो गए. അപ്പൊ ഇവരുടെ അച്ഛന് 2 മക്കൾ, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി. അതിൽ ആൺകുട്ടിയാണ് രാജുഭായ്. അച്ഛന്റെ മൂത്ത ജ്യേഷ്ഠൻ സന്യാസി മാർഗം സ്വീകരിച്ചു. അവരുടെ ഇളയച്ഛന് ഇതേപോലെ ബാബയുടെ കുട്ടിയായി. അതേപോലെ ഇവരുടെ മൂത്ത സഹോദരി ഉത്തർപ്രദേശിൽ തന്നെ വലിയൊരു സെന്റർ പരിപാലിക്കുകയാണ്. जो पिताजी के बड़े भाई थे वो बिल्कुल ज्ञान की एंटी हो गए और इतने एंटी हुए कि कहीं भी ये बेटा ही कहे ये कहीं बाबा का न बन जाए. अगर ये बन गया तो कुल कैसे चलेगा.
അപ്പൊ അവരുടെ അച്ഛന്റെ മൂത്ത സഹോദരൻ തികച്ചും ഇതിനെ എതിർപ്പുള്ളതായിരുന്നു. അപ്പൊ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആകെ ഉള്ളത് ഈ കുടുംബത്തിൽ ഒരു മകനാണ്. അപ്പൊ ഈ മകനും കൂടി ബ്രഹ്മകുമാരനായി പോകരുത്, പിന്നീട് മുന്നോട്ട് കുലം നടക്കില്ലല്ലോ. इसलिए जब तक साकार में बाबा रहे तब तक केवल बाबा की पत्रों से हमारी पालना हुई. അപ്പൊ സാകാരത്തിൽ ബാബ ഉള്ള സമയം വരെ ഇപ്പൊ ബാബയുടെ ലെറ്റർ, ബാബ കത്ത് എഴുതുമായിരുന്നു, ആ കത്തിലൂടെയാണ് ഇവരുടെ പാലന ഉണ്ടായത്. बाबा के सभी पत्र अभी भी मेरे पास रखे हुए हैं, जिसमें बाबा ने मेरा पूरा नाम राजेंद्र प्रसाद को मेरी याद देना, खास बाबा की याद देना. അപ്പൊ രാജുഭായിന്റെ പൂർണ്ണ പേരാണ് രാജേന്ദ്ര പ്രസാദ് എന്ന്. അപ്പോൾ സാകാരത്തിൽ ബ്രഹ്മബാബ ഉണ്ടായപ്പോൾ ബാബുജിയുടെ പേരിൽ കത്തെഴുതിയതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. അതിലിങ്ങനെ എഴുതുമായിരുന്നു, രാജേന്ദ്ര പ്രസാദ് കുട്ടിക്ക് എൻ്റെ സ്നേഹോർമ്മകൾ നൽകണം. लेकिन बाबा की मम्मा की नजर ऐसी है जो छू नहीं सकता. तो मैं आया मधुबन में, 71 में पहली बार मधुबन देखने के लिए. बड़ी बहन हमारी रहती थी मधुबन में उस समय. उसने कहा स्कूल की छुट्टी है, 9th में मैं पढ़ता था, स्कूल की छुट्टी है 1 महीने की, तुम घूमने आ जाओ, देखने आ जाओ. അപ്പോൾ മമ്മയുടെ ദൃഷ്ടി പതിഞ്ഞ പിന്നെ അതിൽ നിന്ന് ആർക്കൊരു മുക്തി ഉണ്ടാവില്ലല്ലോ, ബാബയുടെ മമ്മിയുടെ. അങ്ങനെ 1971 ഇവർക്ക് ക്ഷണം കിട്ടി മധുബനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഒന്ന് ചുറ്റിക്കറങ്ങി പോകാലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷണമായിരുന്നു. കാരണം 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ 9ാം ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ആ ഒരു വെക്കേഷൻ ടൈമിലായിരുന്നു ക്ഷണം വന്നത്. तो हमने दादाजी को, जो हमारे पिताजी के बड़े भाई थे, उनसे कहा कि स्कूल की छुट्टी है और मैं 1 मास के लिए घूमने जाता हूँ माउंट आबू. बोले चले जाओ, घूम जाओ. അപ്പോൾ അവരുടെ മൂത്തച്ഛൻ അത്ര എതിർപ്പുള്ളതായിരുന്നല്ലോ, വീട്ടിൽ നിന്ന് എവിടെയും ഇതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധനമായിരുന്നു. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു, വല്യച്ഛനോട് ചോദിച്ചു, എനിക്കിപ്പോൾ ഏതായാലും വെക്കേഷൻ അല്ലേ, ഞാനൊന്ന് ചുറ്റിക്കറങ്ങാൻ പോകട്ടെ, ടൂർ പോകട്ടെ. അപ്പോൾ എവിടെ മൗണ്ട് ആബൂല, ടൂറാണെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞ് പെർമിഷൻ കൊടുത്തു. 1 महीना जब मैं मधुबन में रहा, सभी दादियों का प्यार मिला, पालना मिली, टोलियां मिली, खूब प्यार खाते हुई. तो ऐसा लगा कि यही मेरा अपना घर है, अभी वापस नहीं जाना. അപ്പൊ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 10-15 വയസ്സുള്ള ആ പ്രായത്തില് വീട്ടിൽ നിന്ന് ചുറ്റി കിട്ടിയപ്പോൾ മൗണ്ട് ആബൂലേക്ക് വന്നു. 1 മാസത്തിന്റെ ലീവില് മുഴുവനും മധുബനത്തിലായിരുന്നു. അപ്പൊ മധുബനത്തിലായിരുന്നപ്പോൾ വലിയ വലിയ ദാദിമാരുടെ പാലന, അവരുടെ സ്നേഹം, അതുമാത്രമല്ല ബാബയുടെ ടോലി, ഇതൊക്കെ കഴിച്ച് ആ ഒരു സന്തോഷത്തിന്റെ പാലനയിൽ, സ്നേഹത്തിന്റെ പാലനയിൽ മതിമറന്നിരിക്കുമ്പോൾ മനസ്സിൽ തോന്നി, ഇതാണ് എൻ്റെ യഥാർത്ഥ വീട്, ഇതാണ് എൻ്റെ യഥാർത്ഥ കുടുംബം, ഇനി ഒരു തിരിച്ചു പോക്കില്ല. बाबा के अव्यक्त होने के बाद दीदी और दादी, दीदी का नाम तो सुना है, दीदी मंदाकिनी और दादी प्रकाशमणि की जोड़ी, इन्होंने यज्ञ को कैसे आगे बढ़ाया, वहाँ से कहानी मैं शुरू करूँगा. അതായത് ആ ഒരു സമയത്ത് ബാബ അവ്യക്തമായതിനു ശേഷം, ബ്രഹ്മബാബ അവ്യക്തമായതിനു ശേഷം നമുക്കറിയാം മൻമോഹിനി ദീദിയുടെയും ദാദി പ്രകാശ് മണിജിയുടെയും ജോഡിയുടെ ആധാരത്തിലാണ് മുന്നോട്ട് യജ്ഞം പോയത്. അപ്പൊ അതിന്റെ കഥ, തുടക്കം മുതലുള്ള കഥ ഞാൻ കേൾപ്പിക്കാം. तो दीदी की परखने की शक्ति बहुत तेज थी. पिता व्रता और पति व्रता किसको कहा जाता है, वो दीदी की जीवन थी. അപ്പൊ ദീദി എന്ന് പറഞ്ഞാൽ അത്രയധികം, അതായത് വേർതിരിച്ചറിയാനുള്ള ശക്തി വളരെയധികമായിരുന്നു ദീദിയിൽ. അതുപോലെ തന്നെ പതിവ്രത, പിതാവ്രത നമ്മൾ പറയുമ്പോഴും അതെന്തായിരുന്നു എന്നുള്ളത് പ്രാക്ടിക്കൽ സ്വരൂപമായിരുന്നു ദീദിയുടെ ജീവിതം. दीदी जब योग करती थी तो योग में आंसू बहने लगते थे, बस मगन हो जाते थे. അതായത് ദീദി എപ്പോഴാണ് യോഗത്തിലിരിക്കാറുള്ളത്, ബാബയുടെ ഓർമ്മയിൽ അത്രയും പറഞ്ഞാൽ ലയിച്ച അവസ്ഥയിലായിരുന്നു, ആനന്ദ അശ്രുക്കൾ പൊഴിയുമായിരുന്നു. उनका योग इतना क्लियर, बाबा के सामने ऐसे बैठ जाना, 1 घंटा योग कराती थी, एक पलक भी ऐसे नहीं झपकती, इधर भी नहीं हिलती, इधर नहीं. അതായത് ദീദി അത്രയും ബാബയുമായിട്ടുള്ള ആ ഓർമ്മയിൽ ബുദ്ധിയുടെ ലൈൻ അത്രയും ക്ലിയർ ആയിരുന്നു. 1 മണിക്കൂർ യോഗ ഇരുന്നാൽ പോലും കണ്ണിന്റെ പൊളകൾ പോലും ഇങ്ങനെ മിണിക്കാറില്ലായിരുന്നു.
उनकी दृष्टि से बहुत सारे विदेशी बच्चों को सतयुग के साक्षात्कार हुए। उनको दृष्टि मिलती थी, गुम हो जाते थे, स्वर्ग में चले जाते थे। അപ്പോൾ ദീദിയുടെ ദൃഷ്ടി പതിയുന്ന ഏതൊരു ആത്മാവിനും സത്യുഗത്തിന്റെ ദൃശ്യങ്ങളുടെ അനുഭവം ഉണ്ടാകുമായിരുന്നു. और दीदी दादी के अंदर एक लक्ष्य था कि जो कुछ साकार में बाबा ने कहा है मुरलियों में, वो हमें प्रैक्टिकल करके दिखाना है. ദീദിയുടെ ഉള്ളിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാബ എന്തെല്ലാമാണോ മുരളിയിൽ പറയുന്നത് അതൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യണം എന്നുള്ളത്, ചെയ്ത് കാണിക്കണം. अचानक बाबा व्यक्त हुए थे, कोई को बोला नहीं था. दीदी दादी रहती थी बॉम्बे में रामदेवी सेंटर पर, और दीदी को बाबा ने अपने पास मम्मा के अव्यक्त होने के बाद मधुबन में रखा था. तो दीदी को 4 साल का अनुभव हो चुका था. 65 से 69 तक साकार में बाबा ने अपने पास रखा, ट्रेनिंग दिया, सब कुछ. और दादी अचानक बॉम्बे से आई और बाबा ने दादी को हाथ में हाथ दे करके शरीर छोड़ा. അതായത് 1965 എപ്പോഴാണ് മമ്മ ദേഹം വിട്ടത്, അവ്യക്തായത്, ആ സമയത്ത് തന്നെ ബാബ ദീദിയെ മധുബനത്തിലേക്ക് വിളിച്ചിരുന്നു. അത് 4 വർഷത്തോളം ബാബയുടെ പാലനയും ബാബ ട്രെയിനിങ്ങും ഒക്കെ കൊടുത്ത് തയ്യാറാക്കിയിരുന്നു. പക്ഷെ എപ്പോഴാണ് ബ്രഹ്മബാബ അവ്യക്തമായ സമയം, അപ്പോഴും ബാബ തന്നെ പ്രകാശ് മണി ദാദി അപ്പോൾ ബോംബെയിലായിരുന്നു, വിളിച്ചു വരുത്താണ് ചെയ്തത് ബാബ ആ സമയത്ത്. അത് ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഹിസ്റ്ററി അറിയാം. ബാബ ദാദിയുടെ കൈ ബാബയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചിട്ടാണ് തൻ്റെ എല്ലാം വിൽ ചെയ്തു കൊടുത്തിട്ട് വിട്ടത്. 21 जनवरी को जब संस्कार बाबा का कर दिया गया, उसके बाद गुलजार दादी बाबा को भोग लगाने के बैठी और बाप दादा की पधरावनी पहली बार 21 जनवरी 69 को हुई. ആദ്യത്തെ അവ്യക്ത മിലനത്തിന്റെ തുടക്കത്തെ കുറിച്ചാണ് പറയുന്നത്. 1969 18 ജനുവരിയിലാണ് ബ്രഹ്മബാബ ദേഹം വിട്ടതെങ്കിലും 21-നായിരുന്നു അതിന്റെ പൂർണ്ണ ചടങ്ങ് പൂർത്തീകരിച്ചത്. 21-ാം തീയതിയാണ് ബാബയ്ക്ക് വേണ്ടി ഭോഗ് വെക്കുമ്പോൾ ഗുൽജാർ ദാദിയാണ് ഭോഗ് സമർപ്പിച്ചത്. ആ ഒരു സമയത്താണ് നിരാകാര ബാബ പ്രവേശിച്ചത്. ऐसे बाबा के सामने सभी दादियां बैठी थी, भाई बैठे थे, सब थे, पूरा क्लास था. लेकिन दीदी और दादी को आगे बुलाया और बाबा ने उनके ऊपर चांदी का कलश रखा सिर पर और कहा, बच्ची अभी तुम्हें बाबा की जो भी रही हुई सेवाएं हैं पूरा करना है. അപ്പൊ അന്ന് അതായത് ഗുൽജാർ ദാദിയുടെ ശരീരത്തില് ബാബ് ദാദ വന്നപ്പോൾ ബാബ ആ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ ദാദിമാരും മഹാരഥികളായിരിക്കുന്ന സഹോദരന്മാരെല്ലാവരും ഉണ്ടായിരിക്കെ അതിൻ്റെ ഇടയിൽ നിന്നും മൻമോഹിനി ദീദിയെയും പ്രകാശ് മണി ദാദിയെയും ചേർത്ത് വിളിച്ച് അവരുടെ തലയിൽ സിൽവറിന് കൊണ്ടുള്ള കലശം വെച്ചു കൊടുത്തു. ഇനി മുന്നോട്ടുള്ള ഈ യജ്ഞത്തിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ പൂർത്തീകരിക്കണമെന്ന് അവർക്ക് വരം കൊടുക്കുകയും ചെയ്തു. अब दीदी और दादी के संस्कारों में, दीदी और दादी की पालना में बहुत बड़ा अंतर था, लेकिन दोनों ने अपने संस्कारों को ऐसा मिलाया जो कहते थे शरीर 2 हैं, आत्मा 1 है. ആ ഒരു സമയത്ത് ദീദിയുടെ പാലനയുടെ രീതി വേറെയായിരുന്നു, പ്രകാശ് മണി ദാദിയുടെ പാലനയും വേറെയായിരുന്നു. ഇനി സംസ്കാരത്തെ കുറിച്ച് നമുക്കറിയാറോ, എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. എന്നിരുന്നാൽ പോലും ബാബ എപ്പോഴാണ് ഇവർക്ക് ഈ ചുമതല നൽകിയത് ആ ഒരു സമയത്ത് തന്നെ അവരുടെ സംസ്കാരം ചേർത്ത് അവർ കൊണ്ടുപോകുമായിരുന്നു. അതായത് അവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അനുഭവപ്പെടുമായിരുന്നു, ഇവർ കാണുമ്പോൾ 2 ശരീരമാണെങ്കിലും ഒരാത്മാവാണ് എന്നുള്ളത്. दीदी लौकिक में बहुत बड़े घर की थी. उनके भाई का बॉम्बे में हॉस्पिटल है, जसलोक हॉस्पिटल. तो दीदी का परिवार बहुत धनाढ़ परिवार था, पैसे वाला था, और दीदी की शादी हो गई थी. लौकिक छोड़ के आई, माँ और बहन को लेकर के समर्पित हुई. और दादी तो बड़ी फ्राक दिल थी, दादी कुमारी थी, और बचपन से ही उनके पिताजी ने भविष्य बता दिया था, ये तो ब्रह्मचारिणी है, इसको तो शादी करनी नहीं है. उसके पिता ज्योतिषी थे, दादी प्रकाश मणि के, उन्होंने बोल दिया था ये तो हमारी नहीं है, ये तो भगवान की है. तो दादी शुरू से ही बहुत बड़े दिल से कुमारी और एकदम निश्चिंत निर्भय शेरनी जैसी. बाबा कहते थे सेकंड मुंडी मम्मा है.
അതായത് ദീദിയുടെയും പ്രകാശ് മണി ദാദിയുടെയും ജീവിതത്തിന്റെ ഒരു ഹിസ്റ്ററി വെക്കുമ്പോൾ തന്നെ വളരെയധികം വ്യത്യാസം ഉണ്ടായിരുന്നു. ദീദി എന്ന് പറയുന്ന വലിയൊരു ധനാഢ്യ കുടുംബത്തിലെ വ്യക്തിയായിരുന്നു. അവരുടെ ഇപ്പോഴും തന്നെ ബോംബെയിൽ അവരുടെ സഹോദരന് ജസ്റ്റ് ലോക്ക് ആശുപത്രി നടത്തുന്നുണ്ട്. അപ്പോൾ വലിയൊരു ധനാഢ്യ കുടുംബത്തിലെ ആ വ്യക്തിയായിരുന്നു ദീദി ഉണ്ടായിരുന്നത്. അപ്പോൾ വിവാഹിതയും കൂടിയായിരുന്നു. പക്ഷെ ജ്ഞാനം കിട്ടിയതോടെ തന്നെ അമ്മയെയും സഹോദരിയെയും കൂട്ടി അവർ പൂർണ്ണമായിട്ട് സമർപ്പണമായി. അതേ സമയത്ത് നമ്മുടെ പ്രകാശ് മണി ദാദി എന്ന് പറഞ്ഞാൽ വളരെ വിശാല മനസ്സുള്ള ദാദിയായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ ജ്യോതിഷനായതുകൊണ്ട് പ്രവചിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇവൾ ബ്രഹ്മചാരിണിയാണ്, നമുക്കുള്ള കുട്ടിയല്ല, ഇവർ പൂർണ്ണമായിട്ട് ഈശ്വരന്റെ കുട്ടിയാണെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ കുട്ടിക്കാലത്തെ പ്രകാശ് മണി ദാദി വളരെയധികം നിശ്ചയദാർഢ്യവും നിർഭയത്വവും നിറഞ്ഞ ഒരു സിംഹിണിയുടെ പോലെയായിരുന്നു. അപ്പോൾ ബാബ പറയായിരുന്നു പോലെ ഇത് കുട്ടി മമ്മയാണ്. दीदी स्कूल नहीं पढ़ी थी, स्कूल गई नहीं थी कभी, साइन भी नहीं करती थी हिंदी में, सिंधी थोड़ा बहुत सीखा था तो सिंधी में साइन करते. बाबा ने पढ़ाने की कोशिश किया, पढ़ी नहीं. बाबा की पढ़ाई पढ़ूंगी, दूसरी नहीं पढ़ाई. അപ്പൊ ദീദിക്ക് ലൗകിക വിദ്യാഭ്യാസം ഒന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. സൈന് ഹിന്ദിയിൽ പോലും ചെയ്യാൻ അറിയില്ല. എങ്ങനെയൊക്കെ കുറച്ചൊക്കെ സിന്ധി പഠിച്ചിരുന്നു എന്ന്. അപ്പൊ ബാബ ആ സമയത്ത് സഹകാരത്തിൽ ബാബ എത്ര തന്നെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു, എഴുത്തും വായനയും പഠിപ്പിക്കാൻ. പക്ഷെ പറഞ്ഞു പോലും എനിക്ക് ബാബയുടെ പഠിപ്പ് പഠിച്ചാൽ മതി, എനിക്ക് വേറൊരു പഠിപ്പും വേണ്ട. दीदी कभी मूल्य नहीं सुनाती थी पढ़ करके, और दादी बहुत पढ़ी लिखी भी थी, बहुत अच्छा भाषण करने वाली, क्लास कराने वाली, मूल्य सुनाने वाली. दीदी और दादी में इतना अंतर था. അപ്പൊ നമുക്ക് ആ ഒരു വ്യത്യാസം കാണപ്പെട്ടിരുന്നു. അതായത് അതുകൊണ്ട് വായിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ദീദി മൻമോഹിനി ഒരിക്കലും ക്ലാസ് എടുക്കാറില്ല, പറഞ്ഞാൽ മുരളി വായിക്കാറില്ലായിരുന്നു. അതേസമയത്ത് പ്രകാശ് മണി ദാദി നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, പ്രഭാഷണം നടത്താനുള്ള കഴിവുണ്ടായിരുന്നു, എല്ലാ കഴിവും പ്രകാശ് മണി ദാദിയിലുണ്ടായിരുന്നു. അപ്പൊ അത്രയധികം വ്യത്യാസം രണ്ടുപേരിലും നമുക്ക് കാണാമായിരുന്നു. बाबा जो कहते हैं ना, रूप बसंत की जोड़ी, रूप और बसंत ये दो भाई थे. रूप जो बोलता नहीं था और बसंत जो बहुत बोलने वाला ज्ञानी था, तो राजकुमार थे. तो बाबा कहते हैं दीदी को रूप और दादी को बसंत, ये रूप बसंत की जोड़ी बनी. അപ്പൊ നമ്മൾ കഥയിൽ എപ്പോഴും കേട്ടതാണ്, ബാബ എപ്പോഴും ഉദാഹരണം പറയാറുണ്ട്, നിങ്ങൾ കുട്ടികൾ റൂപ്പ് ബസന്താണ്. അപ്പൊ അതൊരു രാജകുമാരന്മാരുടെ കഥയാണ്. റൂപ്പും ബസന്ത് എന്ന് പറഞ്ഞ രണ്ട് രാജകുമാരന്മാര്. ഒരാൾക്ക് സംസാരശേഷിയില്ല, എന്നാൽ ഒരാൾ ജ്ഞാനി, വളരെയധികം വാചാലകനായിരുന്നു. അതുകൊണ്ട് ബാബ എപ്പോഴും യജ്ഞത്തിന്റെ റൂപ്പ് ബസന്തായിട്ട് കണ്ടിരുന്നത് ദീദിയെയും പ്രകാശ് മണി ദാദിയെയും. दीदी की सेवा की दृष्टि से और बहुत अच्छी पालना से, और दादी की सेवा की वाणी से, ज्ञान देने की. അപ്പൊ യജ്ഞത്തിൽ ഈ രണ്ടുപേരുടെ ജോഡിയാണ് യജ്ഞത്തെ ഇത്രയും മുന്നോട്ട് ഉയർത്തിയത്. അപ്പൊ ദീദിയുടെ എന്താണ് സേവ? ദീദി ദൃഷ്ടിയിലൂടെയും നല്ല പാലനയിലൂടെയാണ് യജ്ഞത്തിന്റെ സംരക്ഷണം, അത് സേവനം ചെയ്ത്. അതേസമയത്ത് പ്രകാശ് മണി ദാദി തന്റെ വചനത്തിലൂടെ, വാണിയിലൂടെയാണ് സേവനം ചെയ്തത്. दीदी की नियम मर्यादाओं में बहुत पकड़ थी. कोई भी एक भी नियम और मर्यादा के बिना यज्ञ में नहीं रह सकता. ദീദി എന്ന് പറഞ്ഞാൽ ബാബയുടെ നിയമമര്യാദത്തിൽ വളരെയധികം ഉറച്ചിരുന്നു, അത്രയും സ്ട്രോങ് ആയിരുന്നു. യജ്ഞത്തിൽ ഒരാളെ പോലും അത്തരത്തിൽ എളുപ്പത്തിൽ അങ്ങനെ വിട്ടിരുന്നില്ല. നിയമം പാലിക്കാതെ, മര്യാദയില്ലാതെ ഒന്നും ഒരിക്കലും അവരെ വിടാറില്ല. അപ്പൊ മറ്റുള്ളവരോട് വെറുതെ പറയാൻ അനുവദിച്ചിരുന്നില്ല. ആദ്യം സ്വയം ചെയ്തതിന് ശേഷം മാത്രം മറ്റവരോട് പറയാവൂ എന്നാണ്. इसलिए अमृत वेले से रात्रि तक की जो दिनचर्या है उसमें दीदी बहुत एक्यूरेट, एक मिनट पर पूरा ध्यान था. അപ്പൊ ദീദിയുടെ ദിനചര്യ തന്നെ രാവിലെ അമൃത് വേള മുതൽ രാത്രി വരെയുള്ള സമയം വരെ ഓരോ സെക്കൻഡും ബാബയുടെ ഏതാണോ നിയമമര്യാദകൾ ഉണ്ടായത് അതുപോലെ തന്നെ വളരെ അക്യുറേറ്റ് ആയിട്ട് അതൊക്കെ പാലിച്ചിരുന്നു. 4 बजे सवेरा होता, अमृत वेले स्नान करके योग कराने के लिए खुद आके बैठती थी. 4 മണിയായി അമൃത് വേള എങ്കിൽ ആ ഉടനെ സ്നാനം ചെയ്ത് അമൃത് വേളയ്ക്ക് സ്വയം യോഗം ചെയ്യിപ്പിക്കാൻ എത്തുമായിരുന്നു. जब हम सभी आए मधुबन में, भाइयों को समर्पित होने का चांस मिला, और इसीलिए मिला कि यज्ञ का विस्तार करना है. कैसे मकान बनेंगे, लोग आएंगे, कहाँ रहेंगे, क्या खाएंगे, उनकी क्या व्यवस्था होगी,
तो टोटल दादी और दीदी ने यज्ञ का विस्तार करना शुरू किया। അപ്പൊ ആ സമയത്ത് ദാദിമാരല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറച്ച് ഭായിമാരല്ലേ. അപ്പോൾ അവരുടെ ജോഡി വന്നപ്പോഴാണ് യജ്ഞത്തിന്റെ വിസ്താരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആലോചനകളൊക്കെ നടന്നത്, പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തത്. അങ്ങനെയായിരുന്നു ഭായിമാരുടെ സമർപ്പണം മധുബനത്തിലേക്ക് പറഞ്ഞാൽ ഭായിമാരെ സമർപ്പണം ചെയ്യാൻ തുടങ്ങിയത്. पहली मीटिंग में हुआ 71 में ही कि बाबा का जो महावाक्य है कि सारे धर्म वाले इस ज्ञान को समझेंगे, देश विदेश में सेंटर्स खोलेंगे। तो दादियों ने मीटिंग किया कि सबसे पहले विदेश सेवा शुरू की जाए। तो 71 में जयंती बहन की लौकिक मम्मी लंदन में रहती थी और वो बाबा को पत्र लिखती थी, बाबा यहाँ लंदन में आओ, यहाँ सेवा करो, यहाँ बहनों को भेजो। दादियों ने सबसे पहले 5 भाई बहनों का एक ग्रुप लंदन में भेजा 71 में। അപ്പോൾ 1971 ഫസ്റ്റ് സേവനത്തിൻ്റെ വിസ്താരത്തെക്കുറിച്ചുള്ള മീറ്റിംഗ് ഒക്കെ നടന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഒരു സങ്കല്പം വന്നിരുന്നു, ദേശത്ത് മാത്രമല്ല ദേശവിദേശങ്ങളിലായിട്ട് ബാബയുടെ സന്ദേശം എത്തിക്കണം എന്നുള്ളത്, സേവനം നടക്കണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ലണ്ടനിൽ നമ്മുടെ ദീദി ആരാണോ ജയന്തി ദീദി ഇപ്പോൾ ലണ്ടനിലുള്ളത്, അവരുടെ അമ്മ ലണ്ടനിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മ നിത്യവും ബാബയ്ക്ക് കത്തെഴുതുമായിരുന്നു, ബാബ ഇങ്ങോട്ട് കുട്ടികളായിക്ക് ഇവിടെ ബാബയുടെ സന്ദേശം കൊടുക്കണമെന്ന് പറഞ്ഞ് നിരന്തരം കത്തയക്കുമായിരുന്നു. അങ്ങനെ 1971 ഒരു 5 പേരുടെ ഗ്രൂപ്പാണ് ലണ്ടൻ സേവനത്തിന് വേണ്ടി പോയത്. लंदन सेवा पर जाने के पहले आपस में लोगों की, भाई बहनों की चर्चा हुई, मीटिंग हुई कि विदेश वाले सवेरे तो कभी उठते नहीं है, ठंडी बहुत होती है, नॉनवेज खाने वाले, शराब पीने वाले, देर तक सोने वाले, हमारे देवता धर्म का ज्ञान कैसे सुनेंगे, इतनी नियम सनातन धर्म की इतनी मर्यादाएं पालन कैसे करेंगे। तो आपस में बहुत डिबेट चल रही थी। तो बाबा पहले आए मिलने के लिए, विदाई देने के लिए। അപ്പം ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുകയും പിന്നീട് പരസ്പരം തന്നെ ചർച്ച ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പോൾ വിദേശത്ത് പോയി സേവനം ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷെ അവരെങ്ങനെയാണ് സനാതനധർമ്മത്തിൻ്റെ ഇത്ര നിയമമര്യാദയെ പാലിക്കുക? കാരണം അവർ രാവിലെ എണീക്കാറില്ല, രാവിലെ എണീറ്റാൽ തന്നെ കുളിക്കാറില്ല, അഥവാ അവർക്ക് എന്താണ് ഭക്ഷണ രീതികളൊക്കെ വേറെയാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ഇതൊക്കെ ഉൾക്കൊള്ളുക എന്നുള്ള ചർച്ചയും ഡിബേറ്റും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ ഇവർ അയക്കാൻ വേണ്ടി യാത്ര അയക്കുക, ഫസ്റ്റ് സേവനത്തിലേക്ക് വേണ്ടി പോകുന്നതല്ലേ, അപ്പോൾ സ്വയം ബാബ തന്നെ അവതരിക്കുകയാണ് ഉണ്ടായത്. बाबा ने उनसे एक प्रश्न पूछा जो जानने वाले थे विदेश सेवा पर, कि आप बच्चे जहाँ जा रहे हो वहाँ सेवा की है? तो सबने उत्तर क्या दिया, बाबा भी जाके सेवा करेंगे, अभी गए कहाँ हैं? बाबा ने कहा नहीं, जानने के पहले सेवा करो, अपनी मनसा से वहाँ के वातावरण को चेंज करो, अपनी वृत्तियों से वातावरण को बनाओ, धरनी को तैयार करो, मनसा सेवा करके फिर जहाँ आप कदम रखोगे वहाँ सफलता होगी। ये नहीं सोचो वहाँ आएंगे नहीं, जाएंगे नहीं, जहाँ ब्राह्मण जाएंगे वहाँ पर ब्राह्मण बच्चों के कदम में कदम है, सब आएंगे। हाँ, അപ്പം നമുക്കുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി. അതായത് ആ സമയത്ത് തന്നെ ബാബ വന്നല്ലോ, നമ്മളെപ്പോലെ ഇങ്ങനെ ചർച്ചയായിരിക്കും ചെയ്യുന്നുണ്ടോ, പറ്റുമോ പറ്റില്ലേ, നടക്കുമോ നടക്കില്ലേ എന്നുള്ളത്. അപ്പോൾ ബാബ വന്നപ്പോൾ തന്നെ കുട്ടികളോട് ചോദിച്ചു, ഇതിനു മുമ്പ് നിങ്ങൾ അവിടെ പോയി സേവ ചെയ്തിട്ടുണ്ടോ? കുട്ടികളെല്ലാം ഉത്തരം പറഞ്ഞ് പോവാനല്ലേ പോകുന്നത്, പോയിട്ടല്ലേ സേവ ചെയ്യേണ്ടത്. അപ്പോൾ ബാബന് പോയിട്ടല്ല സേവ ചെയ്യേണ്ടത്, അതിനു മുമ്പ് സേവ ചെയ്യണം. അപ്പോൾ എന്ത് സേവ ചെയ്യണം? ഏത് സ്ഥാനത്തേക്കാണോ പോകുന്നത് അവിടത്തേക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ശുഭസങ്കല്പങ്ങളുടെ വൈബ്രേഷൻ കൊടുത്ത് അവിടുത്തെ ഭൂമിയെ വാതാവരണത്തെ നിങ്ങൾ ആദ്യം പരിവർത്തനം ചെയ്യും, അതിനുശേഷം നിങ്ങൾ പോയി സേവ ചെയ്യും. कभी ये संकल्प नहीं करना कि यहाँ पर कोई सुनेगा या नहीं सुनेगा, यहाँ के लोग ठीक नहीं है, ऐसा खान पान है, ऐसा उनकी चलन व्यवहार है। बाबा कहता नेगेटिव नहीं देखना। बाबा के बच्चे जिस धरनी पर जाएंगे वहाँ पर कोई न कोई बाबा का लाल होगा और निकलेगा. അതുകൊണ്ട് ബാബ ആ സമയത്ത് അവർക്ക് കൊടുത്ത ഉപദേശം ഇതായിരുന്നു, അതായത് നിങ്ങൾ ആ സ്ഥാനത്തെക്കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കരുത്, അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് അത്തരത്തിൽ നിങ്ങൾ കാണരുത്. ഇവർക്ക് പറഞ്ഞ കേൾക്കുമോ, ഇവർക്ക് ഇതൊക്കെ മനസ്സിലാവും, ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ, അവർക്ക് അവരുടെ ആഹാര രീതികളൊക്കെ വേറെയല്ല, അങ്ങനത്തെ ഒരു നെഗറ്റീവ് ചിന്തകളും നമ്മുടെ മനസ്സിൽ വരാതെ അപ്പോൾ എൻ്റെ കുട്ടികൾ ഏത് ദേശത്തിൽ പാദം സ്പർശിക്കുന്നോ അവിടെ എൻ്റെ മക്കൾ ഉണ്ടായിരിക്കും.
ഒരു കുട്ടിയെങ്കിലും അവിടെ നിന്ന് തയ്യാറാകും. अब यहाँ से बाबा के यज्ञ स्नेही बच्चों का पाठ खुला. यज्ञ स्नेही किसको कहते हैं? അപ്പം അവിടെ നിന്നാണ് ഒരു തുടക്കം മുതലാണ് പോയിന്റിലേക്ക് വന്നത്. യജ്ഞസ്നേഹികളായ കുട്ടികൾ തയ്യാറാകാൻ തുടങ്ങി. क्योंकि 60 जब बाबा मधुबन में आए हैं 51 में माउंट आबू को जब चुना है तो बेगरी पाठ शुरू हुआ. सुना होगा कहानी कि वहाँ जो था पैसा जिसको आराम से रह रहे थे 14 साल, माउंट आबू आते ही सब खत्म हो गया, कुछ नहीं बचा. और वहाँ की ठंडी, वहाँ की मौसम कोई को सूट नहीं कर रही थी. माउंट आबू में सब बीमार पड़े, दवाई नहीं, पैसा नहीं, कोई साधन नहीं, बिल्कुल 1 साल 1.5 साल के लिए फुल बेगरी पार्ट हो गया. അതായത് യഥാർത്ഥ യജ്ഞസ്നേഹി ആരാണ്? അവിടെയാണ് ബായിജി പറയുന്നത് 1951 നമ്മൾ മൗണ്ട് ആബുലേക്ക് ഷിഫ്റ്റ് ആയത്. അപ്പോൾ അതിനുശേഷം ഏകദേശം 1.5-2 മാസത്തോളം ടോട്ടൽ ബെഗറി പാർട്ടായിരുന്നു. കാരണം ബാബ എല്ലാം തന്നെ സമർപ്പിച്ചപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വളരെയധികം സമ്പത്തോടു കൂടിയാണ് എല്ലാവരും വളർന്നു വന്നത്. അപ്പോൾ ഈ 51 ഇങ്ങോട്ട് കടന്നപ്പോൾ എന്തായി? 1951 വന്നപ്പോൾ ടോട്ടലി എന്തായി? ബെഗറി പാർട്ടായി. കുടിക്കാനുള്ള സാധനങ്ങളാകട്ടെ അല്ലെങ്കിൽ കഴിക്കാനുള്ള ഭക്ഷണമാകട്ടെ, ചിലവർക്ക് അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുമായിരുന്നില്ല, തണുപ്പും കാര്യം കൊണ്ട് ശാരീരിക പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ ബെഗറി പാർട്ടിൻ്റെ ഒരു സമയം അവിടെ വന്നിരുന്നു. उस बेगरी पार्ट में कई बाबा के बच्चे जिन्होंने बाबा की पालना ली थी वो हिल गए कि अब कैसे चलेगा, अब हम कमाएंगे, अभी हम बाहर जाएंगे. तो जो पक्के थे वो तो कहने लगे बाबा मरेंगे जिएंगे लेकिन यही रहेंगे, जो आप कहोगे वही करेंगे. लेकिन जिनको थोड़ा था कि अभी हमारी उम्र है, अभी हम कुछ कर सकते हैं, कमा सकते हैं, हम क्यों ऐसे भूखे रहेंगे, हम जाएंगे. तो कुछ लोग जो यज्ञ से चले गए, बाबा मना करता था लेकिन फिर भी गए. लेकिन जहाँ भी वो गए वो बहुत अच्छी तरह से मेहनत किया, खूब कमाया. और वहाँ जा कर के फिर जब ये सेंटर्स खुलना शुरू हुए तो वो यज्ञ से नहीं बच्चे निकले और उन्होंने यज्ञ की सेवा में बड़े बड़े सेंटर्स बनाए, बहुत अच्छे अच्छे स्थान खोले. हांगकांग में खोला, अफ्रीका में खोला, लंदन में खोला, न्यूयॉर्क में, अमेरिका में खोला. तो वो विदेशी बच्चे, वो विदेश के नहीं थे, वो गए हुए थे यज्ञ के निकले हुए बच्चे और वो यज्ञ से नहीं बन गए. അപ്പം എത്ര സീക്രട്ട് അതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ കേട്ടത് ഇത്ര മാത്രമായിരുന്നു. ബെഗറി പാർട്ടിൻ്റെ കുറേ പേര് ബാബയെ വിട്ടുപോയി എന്ന് മാത്രമേ നമുക്ക് കഥയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബായിജി പറയണ അങ്ങനെ വിട്ടുപോയ കുട്ടികൾ ചിലവരൊക്കെ തൻ്റെ പ്രായത്തെക്കുറിച്ചും യുവാക്കളായതുകൊണ്ട് വിചാരിച്ചു നമ്മളെന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പട്ടിണി കിടക്കേണ്ടത്, കുറച്ചൊക്കെ ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിച്ച് പണം സമ്പാദിക്കാന്ന് പറഞ്ഞ് ബാബയെ വിട്ടുപോയി. അപ്പോൾ ബാബ അവരോട് പറഞ്ഞിരുന്നു പോകണ്ടെന്ന്. എന്നാലും കൂടി അവർക്ക് ആ ഒരു സമയത്തിലെ ബെഗറി പാർട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത കൊണ്ട് അവരൊക്കെ പോയി. പക്ഷെ അവർ എപ്പോഴാണ് വിദേശ സേവനത്തിനൊക്കെ ആരംഭം കുറിച്ചത്, അങ്ങനെയുള്ള കുട്ടികൾ അവർ പോവുകയും നല്ല നല്ല ജോലി ചെയ്ത് നല്ലോണം സമ്പാദിച്ചു. എപ്പോഴാണ് ബാബയുടെ സേവ വിസ്താരത്തിലേക്ക് പോയത്, ഇപ്പോൾ ഹോങ്കോങ് ആകട്ടെ ന്യൂയോർക്ക് ആകട്ടെ അങ്ങനെ പല സ്ഥലങ്ങളിലും അതേ കുട്ടികൾ തന്നെയാണ് വീണ്ടും ബാബയ്ക്ക് വേണ്ടിയിട്ട് സെൻറ്ററുകളും സേവ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് അത്തരത്തിലുള്ള യജ്ഞസ്നേഹികളായിട്ട് അവർ തിരികെ വന്നു. अफ्रीका में एक स्थान है नाइजीरिया. तो नाइजीरिया में जब मैं गया तो वहाँ काले लोग हैं टोटल और बहुत गरीब लोग हैं. लेकिन वहाँ पर बाबा का बहुत आलीशान सेंटर, बहुत बड़े बड़े 2-3 सेंटर बने हुए थे. और मुझे बुलाया यहाँ से, आबू से दादी ने भेजा मुझे, जाओ देखो सेवा करके आओ. तो जब मैं नाइजीरिया गया तो कहने लगे एरोड्रम पर लाइट ही नहीं, कोई सुविधाएं नहीं. और हम बाहर निकले तो उनको बताया कि यहाँ पर बहुत भय का वातावरण है, अगर आपके जेब में पैसा नहीं है तो मार देंगे, पैसा दे दोगे तो छोड़ देंगे. तो हम गए उस देश में और सेंटर पर जब पहुँचे तो वहाँ 24 घंटे लाइट थी. इतना आलीशान सेंटर था. मैंने कहा ये तो कहते बेगर है, गरीब लोग हैं,
ये कैसे बन गया और यहाँ हमें 24 घंटे लाइट कहाँ से आ रही है? അപ്പോൾ ആഫ്രിക്കേൻ്റെ കാര്യം പറയുകയാണ്. ഏറ്റവും കൂടുതൽ ദരിദ്ര രാജ്യമായിട്ടാണ് അത് കാണുന്നത്, നൈജീരിയയിൽ. അപ്പോൾ ഒരിക്കൽ രാജുഭായിക്ക് ക്ഷണം കിട്ടി നൈജീരിയയിൽ ആഫ്രിക്കയിൽ പോകാനുള്ളത്. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എയർപോർട്ടിലൊന്നും കറണ്ടില്ല, എല്ലാം അന്ധകാരം. പക്ഷെ അവിടെ 2-3 സെൻറ്റർ വളരെ നല്ല ആഡംബരമായിട്ടുള്ള ഒരു സെൻറ്ററുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്കാണ് ക്ഷണം വന്നത്. അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, അവിടുത്തെ സെൻറ്ററിൽ വന്നവർ പറഞ്ഞു, ഇവിടെ അത്ര സുഖകരമല്ല ഇവിടുത്തെ ചുറ്റുപാടുള്ള വാതാവരണം, വളരെയധികം ഭയാനകമായിരിക്കുന്ന അന്തരീക്ഷമാണ്. ചിലപ്പോൾ അവർ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് അവരെ പിടിച്ചൊക്കെ കൊണ്ടുപോകും, കിഡ്നാപ്പൊക്കെ ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു പോലും പൈസ ഉണ്ട് കയ്യിലെങ്കിൽ രക്ഷപ്പെടും, പൈസ കൊടുത്താൽ പിന്നെ അവർ വിട്ടേക്കും, അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ ഇവർ സെൻറ്ററിൽ എത്തുക ചെയ്തു. ബാബയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വളരെയധികം നല്ല കെട്ടിടങ്ങളും ബാബയുടെ സെൻറ്റർ, അവിടെ 24 മണിക്കൂർ ലൈറ്റും ഉണ്ട്, എല്ലാ തരത്തിലുള്ള സുഖസൗകര്യം. അപ്പോൾ ബായുടെ മനസ്സിൽ തോന്നി ഇവിടെയൊക്കെ അത്രയും ദരിദ്രമായിരിക്കുന്ന രാജ്യമെന്ന് പറഞ്ഞ് ഇവിടെ ഇത്രയും സുന്ദരമായിരിക്കുന്ന ബാബയുടെ വീടുണ്ടല്ലോ എന്ന് അവർക്ക് മനസ്സിൽ തോന്നി. सेंटर पर सफाई करने वाले, कपड़े धुलाई करने वाले, पहरा देने वाले, गाड़ी चलाने वाले सब काले लोग थे, ब्लैक. और वो रहते सेंटर पर समर्पित होकर 10 लोग कम से कम. അപ്പം അവിടെ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ, നല്ല ഉയരമുണ്ടാകും, എല്ലാം കറുത്ത മനുഷ്യന്മാരാണെന്ന് പറയും. അപ്പോൾ ഈ കറുത്ത മനുഷ്യന്മാർ തന്നെയാണ് 10 പേര് സമർപ്പണമായിരിക്കുന്ന രീതിയിൽ അവിടെ ഡ്രൈവറായും പിന്നീട് ക്ലീനിങ് ചെയ്യുന്നവരായും അങ്ങനെ പല ഇതിലും സേവ ചെയ്യുന്നവരായിട്ട് മാറിയത്. तो वहाँ के बहनों से मैंने पूछा कि इतना गरीब देश और यहाँ लाइट नहीं है शहर में, आपके पास तो सब साधन है, सब सुविधाएं हैं, कहाँ से आई? तो बताया कि वो बच्चे उस समय के जो बाबा की यज्ञ से गए थे, वो भी यहाँ करके खूब सेवा की है, खूब कमाया है, बहुत बड़ी फैक्ट्री लगाई है. कोई की फैक्ट्री प्लास्टिक की थी, कोई की बर्तनों की थी, बड़ी फैक्ट्रियाँ चल रही हैं, काम करने वाले दूसरे हैं. सिंधी लोगों ने तो वहाँ पर मालामाल किया. तो मुझे ले गए फैक्ट्रियों में, मैंने देखा क्या आलीशान उनकी फैक्ट्रियाँ चल रही हैं. और वो सारा खर्चा सेंटर का बाबा के बच्चे चला. 2 जनरेटर रखे थे, 12 घंटा एक बहन खर्चा लेती थी, 12 घंटे का एक बहन. 2 ही बहनें निमित्त थी जो पूरे यज्ञ को लाइट दे रही थी वहाँ के सेंटर को. सब प्रकार की व्यवस्थाएं की हुई थी. तो ये बाबा के स्नेही बच्चों ने इतनी मदद की. അപ്പം ആ സമയത്ത് യജ്ഞത്തിൽ നിന്ന് വിട്ടുപോയതെല്ലാം സിന്ധികളായിരുന്നല്ലോ ആ സമയത്ത് ബാബയുടെ ഇതിന്ന്. അപ്പോൾ അവരവിടെ പോയി അവരുടേതായിരിക്കുന്ന തൊഴിൽ അപ്പോൾ ആരംഭിക്കും. വലിയ ഫാക്ടറീസ്, നേരത്തെ പറഞ്ഞതുപോലെ ചിലർക്ക് പ്ലാസ്റ്റിക്കിൻ്റെ, ചിലർക്ക് പാത്രങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ, അങ്ങനത്തെ പല ഫാക്ടറീസ് അവിടെ ഉണ്ടാക്കും. അത്രയും കോടീശ്വരന്മാരായിട്ടുള്ള ബാബയുടെ കുട്ടികളായിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് അവിടുത്തെ ഈ 2 സെൻറ്ററും നടത്തിക്കൊണ്ടുപോയത്. അപ്പോൾ ജനറേറ്റേഴ്സാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ 12 മണിക്കൂറിൻ്റെ ചിലവ് ഒരമ്മ എടുക്കും, മറ്റ് 12 മണിക്കൂറിൻ്റെ ചിലവ് ഒരമ്മ എടുക്കും. അങ്ങനെ ആ യജ്ഞത്തിന് നടത്തിച്ചു കൊണ്ടുപോയത്, ആ മുഴുവൻ വെളിച്ചത്തിൻ്റെ സംവിധാനം ചെയ്തു കൊടുത്തത് 2 അമ്മമാരായിരുന്നു. भले कुछ भी हुआ, माया आई, माया ने उनको हराया, विकारों में गए, प्रवृत्ति बनाई, लेकिन बाबा को नहीं भूले, यज्ञ को नहीं भूले. यज्ञ हमारा है, बाबा हमारा है. അപ്പോൾ ആ സിസ്റ്ററോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇത്രയും ഇവിടെ പ്രശ്നമുണ്ട്, ഇവിടുത്തെ നഗരത്തിൽ പോലും വിളിച്ചില്ലാതെ ഇവിടെ എങ്ങനെയാണ്. അപ്പോഴാണ് ആ സിസ്റ്റർ പറഞ്ഞു കൊടുത്തത്, ഇങ്ങനെയാണ് ബാബയുടെ അന്ന് വിട്ടുപോയ യജ്ഞസ്നേഹികളായിരിക്കുന്ന മക്കൾ തന്നെയാണ് ഇപ്പോൾ ബാബയുടെ എല്ലാ കാര്യം ചെയ്യുന്നത്. കാരണം ബായിജി പറയാണ്, അന്ന് അവർ ബാബയെ വിട്ടുപോയി, അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ചിലർ വികാരികളായി മാറി, വിവാഹം കഴിച്ചു, എല്ലാം ചെയ്തു. അതിനുശേഷം കൂടി അവരുടെ മനസ്സിൽ ഇതെൻ്റെ ബാബയാണ്, ബാബയുടെ യജ്ഞമാണെന്നുള്ളത് ഒരിക്കലും അവർ മറന്നിരുന്നില്ല. അപ്പം അത്തരത്തിലെ യജ്ഞസ്നേഹികളാരോ അവർ തന്നെയാണ് യജ്ഞത്തിന് സഹയോഗികളായി മാറും. അപ്പോൾ യജ്ഞത്തിൻ്റെ ഇത്രയും വിസ്താരത്തിലേക്ക് കടന്നിട്ടുണ്ട് എങ്കിൽ അത് യജ്ഞസ്നേഹികളും യജ്ഞസഹയോഗികളായിരിക്കുന്ന മക്കളിലൂടെയാണ് നടക്കുന്നത്. दीदी और दादी ने दोनों ने एक मत होकर के, एक ने कहा दूसरे ने माना. जो आज बाबा मुरली में कह रहे थे कि सफलता का आधार है एकता और दृढ़ता, यही 2 विशेषताएं.
एकता और दृढ़ता, उसके आधार से आज इतना बड़ा यज्ञ विस्तार को पाया। അപ്പൊ യജ്ഞം ഇത്ര വിസ്താരത്തിലേക്ക് പോകണമെങ്കിൽ നമുക്കറിയാൻ പറ്റും ദീദി ദാദിയുടെ ആ ഒരു ഏകതയുടെ ജോഡി. ദീദി എന്ത് പറയുന്നു അത് ദാദി അനുസരിച്ച് പോകുമായിരുന്നു. അപ്പൊ ഇന്നും കൂടി ബാബ പറഞ്ഞല്ലോ, സഫലത ഉണ്ടാകണമെങ്കിൽ ഒന്ന് ഏകത ഉണ്ടാകണം, രണ്ടാമത്തെ ദൃഢത ഉണ്ടായിരിക്കണം. पूरे संगठन को एक करके चलना कैसे किया? दीदी दादियों से बड़ी थी दादियाँ, स्वयं डायरेक्ट ब्रह्मा बाबा की संतान निर्मल शांता दादी, उनकी बहू ब्रजेंद्रा दादी, सब बड़ी बड़ी दादियाँ, और दीदी दादी उनसे छोटी, माना यज्ञ के अंदर आई हुई, और ये लौकिक में साथ रहने वाली बहनें, उनके ऊपर बाबा ने उनको बिठा दिया। कैसे एक दूसरे को सम्मान दिया, एक दूसरे को आगे रखा। अभी ये नहीं कहा मैं बड़ी हूँ, नहीं आप बड़ी हो, आप बड़ी हो, अपने से भी आगे करके यज्ञ को एक करके चलाया, एक मत होकर के रहे. അപ്പം എങ്ങനെയാണ് ആ ഒരു സംഘടനയെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോയത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ഹിസ്റ്ററിയിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ദീദി ദാദിയെയാണ് ചുമതലപ്പെടുത്തിയതെങ്കിലും അവരെക്കാളും മുതിർന്നവരും ബാബയുടെ മകളും ബാബയുടെ മരുമകളും ഉണ്ടായിരിക്കെ, അവരെക്കാളും മുതിർന്ന ദാദിമാരിരിക്കെയാണ് ബാബ ഇവർ രണ്ടുപേരെ ചുമതലപ്പെടുത്തി. അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവരാണ് അവരെ ചുമതലപ്പെടുത്തുക. അപ്പോൾ അവരെങ്ങനെയായിരിക്കും ഇതൊക്കെ ഇവർ പറയുന്ന അവരനുസരിച്ച് നടന്നത്? കാരണം ആദ്യം തന്നെ ദാദിയും ദീദിയും ഒരുമിച്ചായിരുന്നു. കാരണം അവർ പറയുന്നത് രണ്ടുപേരും അനുസരിച്ച് കൊണ്ടുപോയത് കൊണ്ട് ബാക്കിയുള്ളവർ അതുപോലെ അതനുസരിച്ച് നടന്നു. അതുകൊണ്ട് ഈ വിസ്താരത്തിലേക്ക് വരാനുള്ള ഏക ആധാരവും കാരണവും അത് തന്നെ. कभी भी एक दूसरे की बात को ये नहीं कहा दीदी ऐसे कैसे हो सकता, दादी ऐसे कैसे हो सकता. दादी ने कहा दीदी यस, दीदी ने कहा दादी कहेगी यस, ठीक है, आपका कहना माना हो जाएगा. तो दोनों ने अपने विचारों को एक किया. छोटी सी बात सुनाता हूँ, बहुत छोटी सी. हम लोग मधुबन में जब हम समर्पित हुए तो हमको कलर ड्रेस मिलती थी. तो बेकरी पार्ट था, ज़्यादा कुछ किया कि मैं नहीं था. तो हांगकांग का एक परिवार, सिंधी परिवार ही हांगकांग में रहता था, बाबा का बच्चा. तो वो हम लोगों के लिए वहाँ के कपड़े, पैंट सूट टेरी काट के अच्छे अच्छे कपड़े वहाँ से लेके भेजता था. गठरी आती थी और मधुबन के भाइयों को हम लोगों को वही कलर ड्रेस मिलती थी. तो कलर ड्रेस में ही हम सब रहते थे, पैंट में सूट में, वैसे सब मधुबन वालों को 6-6, 8-8 जोड़ी दे देते, 2 साल 4 साल चलते. तो एक बार कुछ अच्छे घरों की माताएं आती थी, मारवाड़ी माताएं आना शुरू हुई. तो मारवाड़ी माताएं भोजन अपने साथ बहुत लेके चलती ट्रेन में. तो जो उनका भोजन बच जाता था मधुबन में, वो बचा हुआ भोजन सोचती थी मजदूरों को हम दे दें. तो वो कहीं मजदूर कौन है, मजदूर तो घर में थे ही नहीं, लेकिन वो जो रंगीन ड्रेस में भाई लोग काम करते थे, कारपेंटर, जो कारपेंटर थे, उनके पास भोजन एक बार भेज दिया कि आप लोग भोजन खा लेना, बचा हुआ भोजन. तो भाइयों ने सोचा ये माताएं हमको भोजन क्यों देती हैं, भोजन लिया फेंक दिया. फिर दूसरी बार आई तो फिर दिया, फिर तीसरी बार दिया. तो जब ये माताओं ने सिस्टम शुरू किया तो माताएं भाई लोग थोड़ा गर्म हुए कि दादी को मैं बताऊं, कंप्लेंट करो. तो दादी को बताया कि दादी ये माताओं को समझाओ कि बचा हुआ भोजन हमको देके जाती है, बचा हुआ भोजन तुमको क्यों देती है, यज्ञ में भोजन नहीं मिलता है क्या? तो माताओं से दादी ने पूछा, बुलाया. तो बोली मैं अपने भाइयों को नहीं देती हूँ, मैं तो नौकरों को देती हूँ. तो दादी थी नौकर और भाई दोनों में अंतर क्या है? बोले नौकर जो है वो कलर ड्रेस में रहते हैं, और हमारे भाइयों को तो सफ़ेद ड्रेस होती है, हमारे बहनों को तो सफ़ेद ड्रेस है. तो दादी को लगा कि ड्रेस से नौकर और भाई को पहचान नहीं है. तो दादी ने कहा हमारे पास यज्ञ में नौकर नहीं है कोई, ये सब समर्पित भाई हैं. तो ऐसी ड्रेस दादी आप क्यों पहनाती हो, वो ड्रेस सफ़ेद क्यों नहीं देती?
दादी ने आकर के कहा जिसके पास जितनी ड्रेस है रंगीन सब लेकर के आ जाओ। क्लास में बुला लिया सब। दादी ने सारी ड्रेसेज इकट्ठी करवा ली, रंगीन ड्रेस सब लेके खड़े रखो जगह में, और कहा अभी आज से कोई भी रंगीन ड्रेस नहीं पहनेगा। तो दीदी के दादी ये छोटे छोटे काम में, भंडारे का काम, सफाई का काम, कारपेंटरी का काम, सफ़ेद ड्रेस कितनी खराब होगी, कितना धोना पड़ेगा, कितनी मेहनत लगेगी, कितने कपड़े फटेंगे, इसलिए दादी ऐसा ठीक नहीं है। दादी कहे दीदी कुछ भी हो जाए, मैं अपने समर्पित भाइयों को नौकर के रूप में नहीं देखना चाहती, कुछ भी करो। उस दिन से लेकर के हमारी सारी कलर ड्रेस चली गई और हम सबको रंगीन सफ़ेद ड्रेस में आ गए। तो दीदी दादी के विचार एक नहीं थे, लेकिन परिस्थिति ऐसी थी जो दादी एकदम फोर्स से बोली और दीदी ने कहा जी दादी। ये थे संस्कार मिलन। അതായത് ദീദി ദാദി എങ്ങനെയാണ് യജ്ഞത്തെ കൊണ്ടുപോയത് എന്നുള്ളൊരു ഉദാഹരണത്തോടു കൂടി പറയുകയാണ്. രണ്ടുപേരുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അവർ അതെങ്ങനെയാണ് ദാദി പറയുന്നതിന് ദീദി അനുസരിച്ച് പോവുകയാണ് ചെയ്തത്. നീ വലുതാണ് ഞാൻ ചെറുതാണ്, അത്തരത്തിലൊരു ഭേദഭാവമൊന്നും ആ യജ്ഞത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. അപ്പോൾ ഒരിക്കൽ ഇവർ ബ്രദേഴ്സൊക്കെ എപ്പോഴാണ് സറണ്ടർ ആകാൻ തുടങ്ങിയത്, ആ സമയത്ത് എല്ലാവർക്കും ഒന്നും വൈറ്റ് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല, യജ്ഞത്തിൻ്റെ ബെഗറി പാർട്ടിൻ്റെ സമയമായിരുന്നുകൊണ്ട്. അപ്പോൾ അവർ വിദേശത്തിൽ ഒരു സിന്ധി ഫാമിലി ഉണ്ടായിരുന്നു, വളരെ സമ്പന്നമായിരിക്കുന്ന ഹോങ്കോങ്ങിൽ. അപ്പോൾ അവർ യജ്ഞത്തിന് വേണ്ടിയിട്ട്, യജ്ഞ സമർപ്പിതരായിരിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഡ്രസ്സിൻ്റെ ഫാക്ടറി ആയിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുമായിരുന്നു, ടെറിക്കോട്ടൻ്റെ കളർഫുള്ളായിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ സഹോദരന്മാർക്ക് വേണ്ടി എല്ലാ വർഷം അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു 5-8 ജോഡി കിട്ടും, 2 വർഷത്തേക്ക് അതും കൊണ്ട് നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ മധുബന മിലനം തുടങ്ങിയല്ലോ, ആ സമയത്തിൽ കുറച്ച് പേരിൽ വരാറുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ മാർവാടി അമ്മമാർ യജ്ഞത്തിലേക്ക് വരികയും അവർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഒത്തിരി സാധനമുണ്ട് ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ട് അവരുടെ കയ്യിലൊക്കെ. അപ്പോൾ അത് ബാക്കി വരും, മധുബനത്തിലേക്ക് എത്തുമ്പോൾ അത് കൊണ്ടുപോയിട്ട് ഇവർ വിചാരിക്കും ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കാമല്ലോ, വെറുതെ എന്തിനാ ഭക്ഷണം കളയുന്നത്. അങ്ങനെ കളർ ഡ്രസ്സ് ഇട്ടവർക്ക് ആരോ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കാർപ്പൻട്രി വർക്ക് ചെയ്യുന്നവർക്ക് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഒരു പ്രാവശ്യം നോക്കി, രണ്ടാമത്തെ പ്രാവശ്യം നോക്കി, ഇവർ കൊണ്ടുവരും, ഇവർ കളയും ചെയ്യും. കാരണം ബാക്കി വന്നത് ബാബയുടെ കുട്ടികൾ അങ്ങനെ വാങ്ങിച്ച് കഴിക്കാറില്ലല്ലോ, അത് യജ്ഞത്തിൽ നിൽക്കുമ്പോഴും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇവർക്ക് ചൂടാകാൻ തുടങ്ങി. ഒരിക്കൽ ശരി, രണ്ടാമത്തെ ശരി, ഇത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ ബാക്കി വരുന്ന ഭക്ഷണം കളയരുത്, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പണിക്കാർക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കുമ്പോൾ അവർക്ക് ചൂടായി. അവർ പറഞ്ഞു ഇതെന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ദാദിക്ക് കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ ദാദിയോട് പോയി പറഞ്ഞു, ഒന്നില്ലെങ്കിൽ അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുക, നമുക്കിങ്ങനെ ബാക്കി വരുന്ന ഭക്ഷണം ഒന്നും കൊണ്ടുതരില്ലേ എന്നുള്ളത്. അപ്പോൾ ദാദി ചോദിച്ചു അതെന്താ അങ്ങനെ ഒരു സംഭവം, നിങ്ങൾക്ക് എന്താ യജ്ഞത്തിൽ ഭക്ഷണം കിട്ടാനില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് അമ്മമാരെ വിളിച്ചു, അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ ഈ യാത്ര ചെയ്ത് ബാക്കി ഭക്ഷണം എന്തിനാ ഇവിടുത്തെ ബ്രദേഴ്സിന് കൊണ്ടേ കൊടുക്കണേ. അയ്യോ നമ്മളങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ, ജോലിക്കാർക്കല്ലേ കൊടുത്തത്. അപ്പോൾ ദാദി അറിയാതെ ചോദിച്ചു ജോലിക്കാരോ? ജോലിക്കാരും പിന്നീട് സഹോദരന്മാർ തമ്മിൽ എന്താ വ്യത്യാസം? ജോലിക്കാർ പറഞ്ഞ കളർ ഡ്രസ്സ്, നമ്മുടെ ഭായിമാർ പറഞ്ഞ വൈറ്റ് ഡ്രസ്സ് ആയിരിക്കില്ലേ ദാദീന്ന്. അപ്പോൾ ദാദി പറഞ്ഞ് യജ്ഞത്തിൽ അവിടെ ആരും ജോലിക്കാരില്ല, ഇവിടെ എല്ലാം സമർപ്പിത ഭായിമാരാണ് എന്ന്. അപ്പോൾ ഭായിമാർക്ക് പിന്നെ എന്തിനാ നിങ്ങൾ കളർ ഡ്രസ്സ് കൊടുത്തത്? വൈറ്റ് ഡ്രസ്സല്ലേ വേണ്ടത്, നമ്മുടെ സഹോദരിമാർ വൈറ്റിലായിരിക്കണം, സഹോദരന്മാർ. അപ്പോഴാണ് ദാദിയുടെ മനസ്സിൽ കത്തിയത്. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു നിങ്ങളുടെ എല്ലാ വൈറ്റ് ഡ്രസ്സും കൊണ്ടുവന്ന് ഇവിടെ വെക്ക്, അല്ല കളർ ഡ്രസ്സും കൊണ്ടുവന്ന് വെക്ക്. എന്നിട്ട് ദീദീനെയും വിളിച്ചു, ദാദിമാരൊക്കെ ഇരുന്നിട്ട് പറഞ്ഞു ഇനി മുതൽ ഇവിടെ ആരും കളർ ഡ്രസ്സ് ഉപയോഗിക്കരുതല്ല. അപ്പോൾ ദീദി പറഞ്ഞു അതെങ്ങനെയാണ് പറ്റുക ദാദി, അവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നതല്ലേ, പല ജോലികളും ചെയ്യുന്ന, കറിയാകാം ചെളിയാകാം, അത് കഴുകുക പിടിക്കുക, ഇതൊക്കെ വളരെയധികം കഷ്ടമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ദാദി പറഞ്ഞു എൻ്റെ സഹോദരന്മാരെ ജോലിക്കാരെ പോലെ മറ്റുള്ളവർ കാണുന്നത് എനിക്ക് സഹിക്കില്ല, അതുകൊണ്ട് എൻ്റെ ഭായിമാരെല്ലാവരും വൈറ്റ് ഡ്രസ്സ്, അന്ന് മുതൽ വൈറ്റ് ഡ്രസ്സാക്കി. അതായത് അവർ രണ്ടുപേരുടെ വിചാരങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും പിന്നെ ദാദി ഒരു പോയിന്റ് പറഞ്ഞ് ദൃഢതയോട് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. एकता और दृढ़ता का दोनों बहुत अच्छा एग्जाम्पल है और उसके आधार से यज्ञ को एक करके चलाया, एक ने कहा दूसरे ने हाजी किया.
അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റിയത് അത് ആദ്യത്തെ ഉദാഹരണമായിരുന്നു. അന്ന് മുതൽക്ക് ഇന്നും വരെ ഏകതയുടെയും ദൃഢതയുടെയും ഉദാഹരണമായിരുന്നു. भिन्नता को एकता में लाना, भिन्नता है, वैरायटी तो है, लेकिन वैरायटी में एक दिखाई दे, वो विशेषता बाबा की घर की है. ഭിന്നതയുണ്ട് അല്ലെ, അഭിപ്രായങ്ങളിലൊക്കെ ഭിന്നത ഉണ്ടാകാം, പക്ഷെ ആ ഭിന്നതയിൽ നമുക്കിടയിൽ ഏകത കാണപ്പെടണം. അതാണ് വിശേഷത ബാബ നമ്മളെ പഠിപ്പിക്കുന്നത്. और दीदी का ध्यान एक एक के ऊपर रहता था, किसी की सुनी सुनाई बातों को ध्यान नहीं देते थे. आपकी बात इसको सुना दिया, उसकी इसको नहीं. मान लो कोई कंप्लेन मेरी है और हमने हमारी बात कोई ने जाके किसी दीदी को कंप्लेन कर दिया कि भाई ऐसे बोलते हैं, ऐसे चलते हैं, ऐसे करते हैं, तो दीदी कहेंगे अच्छा तुम इधर बैठ जाओ, उसको बिठा लेती थी और जिसके बारे में उसने सुनाया उसको उसी समय बुला लेती सामने. आप बताओ क्या हुआ था, कैसे हुआ था, क्या हुआ था. मिसअंडरस्टैंडिंग नहीं चाहिए. तो एक की बात अगर उसने अपनी बात कह करके कहीं सुनी सुनाई देखी देखी बोली है, तो उसी समय दीदी उसको कहती थी देखो ये मिसअंडरस्टैंडिंग है, इससे दूरी बढ़ेगी. एक ने अगर कोई कंप्लेन की है तो उसके पीछे राज होगा, कोई भाव होगा, क्यों कंप्लेन कर रहे हैं. तो दीदी कभी भी सुनी सुनाई बातों विश्वास नहीं करती थी, कहती थी नहीं आपस में मिलो, मिलाती थी, टोली खिलवाती थी, दूसरे के गले लगाती, कभी भी टकराव की स्थिति न बने. അതായത് ദീദിയുടെ മറ്റൊരു വിശേഷതയായിരുന്നു ഒന്നിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം. അതായത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, കേൾപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പെട്ടെന്ന് വിശ്വസിക്കാറില്ല. ഇപ്പം ആരെങ്കിലും നമ്മളെപ്പറ്റി കുറ്റം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് വരുന്നതെങ്കിൽ ആദ്യം പിടിച്ച് അയാളെ കൂടെ ഇരുത്തും. എന്നിട്ട് ഇയാൾ ആരെ പറ്റിയിട്ടാണോ കംപ്ലൈൻറ്റ് പറഞ്ഞത് ആ വ്യക്തിയും അവിടെ മുന്നിൽ കൊണ്ടു നിർത്തും. എന്നിട്ട് പറയും ഇപ്പോൾ പറ എന്താ നടന്ന യഥാർത്ഥ സംഭവമെന്ന്. അപ്പോൾ ആ ഒരു വ്യക്തി ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ദീദി ഈ കുറ്റം പറയാൻ വന്ന വ്യക്തിയോട് പറയും കണ്ട ഇതാണ് യഥാർത്ഥത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ നടന്നിരിക്കുകയാണ്. ഒരുപക്ഷെ അയാൾ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അതിൻ്റേതായിരിക്കുന്ന കാരണം ഉണ്ടാകുക. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഒരുമിച്ച് പോകണം എന്നല്ലാതെ ഇങ്ങനെ ഭിന്നത ഒരിക്കലും ഉണ്ടാകരുത്. എന്നിട്ട് അവർക്ക് മധുരം കഴിപ്പിച്ച് അവരെ പരസ്പരം ചേർപ്പിച്ച് അവരെ ആലിംഗനം ചെയ്യിപ്പിച്ചിട്ടേ വിടാറുള്ളൂ. और दीदी ने बहुत छोटी छोटी शिक्षाएं दे करके ईश्वरीय नियम और मर्यादाओं में हमें बांधा. छोटी छोटी शिक्षाएं, जैसे हम लोग किसके साथ बैठे, किससे बात कर रहे हैं, किससे मिलजुल रहे हैं, सारा दिन किसके साथ रहते हैं. तो दीदी की नजर रहती थी इसका संग कैसा है. तो मैं जब आया था स्कूल से लाइफ से 16 साल का आया, समर्पित हुआ, तो दीदी ने एक दिन मेरे को बुलाया और प्यार से कहा कि तुम स्कूल से आया ना. मैं कहा, कहते थे कि यहाँ संघ की संभाल करना. संघ की संभाल, मैं तो जब वो संघ छोड़ के आ गया लड़कों का, स्कूल वालों का, और यहाँ मधुबन वालों के संघ में आकर के भी दीदी कहती संघ की संभाल करना, क्या मतलब इसका. दीदी कहती है कि यहाँ भी संघ दो प्रकार का है. एक है जो केवल यज्ञ सेवा में आए हैं, सेवा करते हैं, ग्लेस लेते हैं, भोजन करते हैं, अपनी उन्नति का ध्यान नहीं रखते. मुझे योग करना है, मुरली सुननी है, क्लास करना है, मुझे अपने स्थिति बनानी, उस पर ध्यान नहीं है. केवल सेवा कर रहे हैं, पैसा कपड़े ले रहे हैं, ऐसे सभी ड्रेस में नौकर होते हैं. इसके संग से बचाना अपने आप को. जिनका आध्यात्मिकता की तरफ रुचि है, जो अमृत वेले मिस नहीं करते, जो रेगुलर मुरली क्लास करते हैं, जिनका अच्छा चिंतन है, उनके संग में रहना, और जो ऐसे सेवा कर रहे हैं उनके संग से बच के रहना. അപ്പോൾ ദീദി എപ്പോഴും യജ്ഞത്തിലുള്ളവരെ കൊച്ചു കൊച്ചു ശിക്ഷണങ്ങൾ നൽകിക്കൊണ്ടുകൊണ്ട് അവരുടെ നിയമമര്യാദയിൽ അത്രയും അവരെ ഉറപ്പുള്ളവരാക്കി മാറ്റിയിരുന്നു. അപ്പോൾ ബായിജി പറയണ സ്വന്തം അനുഭവം എപ്പോഴാണ് 16-ാം വയസ്സിൽ യജ്ഞത്തിൽ വന്ന് സമർപ്പണമായത്. അപ്പോൾ സ്കൂൾ ടൈമാണല്ലോ, സ്കൂൾ ലൈഫിൽ നിന്ന് പെട്ടെന്ന് വന്നതാണല്ലോ. അപ്പോൾ ചോദിച്ചു പോലും സ്കൂൾ വിട്ടിട്ടല്ലേ വന്നത്, പറഞ്ഞാൽ സ്കൂൾ പ്രായത്തിലല്ലേ വന്നത്. അതെ,
അപ്പോൾ ദീദി പറഞ്ഞ പോലെ ഇവിടെയും കൂടി കൂട്ടുകെട്ട് വളരെയധികം സൂക്ഷിക്കണം. അപ്പോൾ ബാജിയുടെ മനസ്സിൽ പറഞ്ഞ എൻ്റെ കൂട്ടുകാരെയൊക്കെ വിട്ട് ഉപേക്ഷിച്ചിട്ടല്ല ഞാൻ ഇവിടെ വന്നത്, എന്നിട്ട് ഇവിടെ ഞാൻ മധുബൻ നിവാസികളുടെ കൂട്ടല്ലേ കൂടുന്നത്, എന്നിട്ടും ദീദി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ദീദി പറഞ്ഞു, ഇവിടെ 2 പ്രകാരത്തിലുള്ള കൂട്ടുകെട്ടുണ്ട്. ഒന്ന് കേവലം വെള്ള വസ്ത്രം ഇട്ട് ജോലിക്കാരെ പോലെ നിൽക്കുന്നവർ, വെറും സേവ ചെയ്യുക, കിട്ടിയ ഭക്ഷണം കഴിക്കുക, കിട്ടിയ വസ്ത്രം കൊണ്ട് ഇരിക്കുക മാത്രം, അങ്ങനെ ജീവിച്ചു പോകുന്ന കുറച്ച് കൂട്ടരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ കൂട്ട് ഒരിക്കലും കൂടാതെ ശ്രദ്ധിക്കുക. പിന്നെ നല്ല കൂട്ട് ഏതാ? അപ്പം നല്ല കൂട്ട് എന്ന് പറഞ്ഞാൽ ആർക്കാണ് ആധ്യാത്മികമായിട്ടും തന്നിൽ ഉയർച്ച ഉണ്ടാക്കണം, ഉന്നതി കൊണ്ടുവരണം എന്നുള്ള ചിന്തയുള്ളത്, അതിലേക്ക് ശ്രദ്ധയുള്ളത്, അമൃതവേളയുടെ കാര്യമാകട്ടെ, മറ്റ് യോഗത്തിൻ്റെ കാര്യമാകട്ടെ, മുരളി കേൾക്കുന്ന കാര്യമാകട്ടെ, അതിലൊക്കെ ശ്രദ്ധയുള്ളത്, അങ്ങനെയുള്ളവരുടെ കൂട്ട് കൂടാവൂ. इस आध्यात्मिक मार्ग में हमें उन्नति करनी है तो संग की बहुत संभाल करना है. कोई भी अगर व्यर्थ बातें करता है, कोई भी अगर मुरली की कोई ऐसी बातें लेकर के आपको कुछ भ्रमित करता है, बाबा ऐसे क्यों कहता है, ऐसे तो हो ही नहीं सकता है, अपनी मत ऐड करके बात करता है, कहीं भी मिक्स करता है, तो समझो ये ठीक संग नहीं है. पर चिंतन करे, पर दर्शन करे, यज्ञ की ग्लानि करे, भाइयों की ग्लानि करे, बड़ों की ग्लानि करे, इधर उधर की बातें कमी कमजोरी सुनाए तो क्या करेंगे? उसके संग से बच जाओ, हटाओ वहाँ से, नहीं तो संग का रंग लग जाएगा. അപ്പം അതുകൊണ്ട് ദീദി എപ്പോഴും ശ്രദ്ധ കൊടുത്തിരുന്നു, നമ്മൾ നമ്മുടെ ബ്രാഹ്മണ ജീവിതത്തിലേക്ക് വന്നാൽ തന്നെ നമ്മുടെ ഉന്നതി ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അത്തരത്തിലുള്ള കൂട്ട് കൂടാൻ വേണ്ടി ശ്രമിക്കുക, അല്ലാതെ മറ്റുള്ളവർ, അതായത് ചിന്തനം പരദർശനം പറഞ്ഞുകൊണ്ട് നടക്കുക, ആ യജ്ഞത്തെക്കുറിച്ച് തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് നടക്കുക, സഹോദരിമാരെക്കുറിച്ചോ അതോ മറ്റുള്ള മുതിർന്നവരെക്കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ പലതും. അപ്പോൾ അത്തരത്തിലുള്ളവരുണ്ട് എങ്കിൽ അവരുടെ കൂട്ടുകെട്ടിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഉത്തമം. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മളുടെ വളർച്ച ഉണ്ടാവുള്ളൂ. और दीदी की एक बहुत विशेष शिक्षा रही, कहती थी तुम ब्रह्मा कुमार हो. अचानक एक दिन मेरे को बुला के पूछती है तुम ब्रह्मा कुमार हो, तो मैं क्या जवाब क्या हम ब्रह्मा कुमार हूँ? बोले ब्रह्मा कुमार तो आजकल बहुत हो गए हैं, सफेद ड्रेस पहन लिया, बैज लगा लिया, ब्रह्मा कुमार. ऐसे ब्रह्मा कुमार नहीं चाहिए. പെട്ടെന്നൊരു ദിവസം ദീദി അടുത്ത് വിളിച്ച് ചോദിച്ചു, നീ ബ്രഹ്മകുമാരനാണോ എന്ന്. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് പിന്നെ ഞാൻ ബ്രഹ്മകുമാരൻ തന്നെ. അപ്പോൾ ദീദി പറഞ്ഞു പോലും, വെള്ള വസ്ത്രം ധരിച്ച് ഒരു ബാഡ്ജും കുത്തി ഒരുപാട് ബ്രഹ്മകുമാരന്മാരായിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു ബ്രഹ്മകുമാരനാകരുത്. എങ്ങനെയുള്ള കുമാരനായിരിക്കും ആകേണ്ടത്? ബ്രഹ്മകുമാരൻ എങ്ങനെയുള്ളതായിരിക്കണം? ഇവിടെ ആരൊക്കെ അങ്ങനെ ബ്രഹ്മകുമാരന്മാരിരിക്കുന്നുണ്ട്? ബ്രഹ്മകുമാരനും ബ്രഹ്മകുമാരിമാരല്ലേ? കൈ ഉയർത്താലോ? लेकिन दीदी कहती थी ब्रह्मा कुमार के साथ साथ तपस्वी कुमार बन, तपस्वी कुमारी बन. तपस्या वो है जो इंद्रियों को शांत कर दे, शीतल कर दे. ब्रह्मा कुमार बन करके अगर चंचल इंद्रियां हैं, दृष्टि खराब है, बोल ठीक नहीं है, चलन ठीक नहीं है, तो बाबा का नाम बदनाम करते. ദീദി പറയുന്നു പോലും ബ്രഹ്മകുമാരന്മാർ ബ്രഹ്മകുമാരിമാരാണ്, പക്ഷെ യഥാർത്ഥത്തിലാകേണ്ടത് ബ്രഹ്മകുമാർ കുമാരിയാകുന്നതിനോടൊപ്പം തന്നെ തപസ്യ കുമാരന്മാരും തപസ്വി കുമാരിമാരാകണം. ഈ തപസ്യ കുമാരനും കുമാരി എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ ഇന്ദ്രിയങ്ങളെ ശീതളമാക്കാൻ പറ്റുന്നവർ. നമ്മൾ ബ്രഹ്മകുമാരൻ എന്ന് പറയുകയും ചെയ്യും, നമ്മുടെ നടപ്പിലും പെരുമാറ്റത്തിലും വാക്കിലും സംഭാഷണത്തിലൊക്കെ ഒരു ആത്മീയതയില്ല എങ്കിൽ അവരൊരിക്കലും ബ്രഹ്മകുമാരനെന്നോ തപസ്വി കുമാരനെന്നോ പറയുകയില്ല. तपस्या से हमें अपनी सब कर्मेंद्रियों को शीतल बनाना है. कहते हैं ना, तपस्वी वो है जिसके अंग शीतल और सुगंधित है. अगर हम तपस्वी हैं तो तपस्या का अर्थ क्या है? हर अंग शीतल, कर्मेंद्रियां एकदम शीतल, उत्तेजनाएं खत्म हो जाए, आवेश आवेग आलस्य अलबेलापन, ये जो आ वाले शब्द है ना वो सब समाप्त हो जाते हैं.
അതായത് തപസ്വികളാകുമ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ശീതളമാക്കി മാറ്റണം. ഒന്നിനും ഉത്തേജനം തരത്തിലുള്ള യാതൊരു വികാരങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. ആവേശത്തിൽ വരിക, ആലസ്യത്തിൽ വരിക, ഈ തുടങ്ങുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇതൊന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കരുത്. അത്തരത്തിൽ നമ്മുടെ ഓരോ അംഗങ്ങളും, അതുകൊണ്ടൊരു പാട്ടുണ്ടല്ലോ, തപസ്വി വഹി ആരാണ്, ആരുടേതാണ് ഓരോ ഇന്ദ്രിയങ്ങളും ശീതളവും സുഗന്ധിതവുമായിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള തപസ്വി കുമാരനും കുമാരിമാരായിട്ടിരിക്കുക. ഇടയ്ക്ക് നിദ്രാദേവി വരുന്നുണ്ട്, അതുകൊണ്ട് കണ്ണും കാതൊക്കെ തുറന്നിരിക്കുക. दीदी हमेशा हम लोग कहती थी तपस्वी कुमार, ब्रह्मा कुमार माना तपस्वी कुमार। तब तो कहेंगे इसने अपने इंद्रियों को तपा दिया, इसके इंद्रियों में कोई चंचलता नहीं है, उनका चलना, उनका बोलना, उनका बैठना, उनका बात करना बहुत घायल होगा. അതായത് തപസ്വി കുമാരകുമാരി എന്ന് പറഞ്ഞാൽ തൻ്റെ ഇന്ദ്രിയങ്ങളെ മുഴുവനായി ശീതളമാക്കിയിട്ടുള്ളവർ, വികാരങ്ങൾ പൂർണ്ണമായിട്ട്, ഉത്തേജനത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ടുള്ളവർ. അപ്പം അത്തരത്തിലുള്ള ശീതളത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. दीदी का दो बातों पर बहुत ध्यान रहा, बहुत ध्यान, और वो दो बातें थी, एक अमृत वेला एक दिन में मिस नहीं करना. ദീദി വളരെയധികം 2 കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു. ഒന്ന് അമൃത് വേള, ഒരു ദിവസം പോലും ദീദി അമൃത് വേളയെ മിസ് ചെയ്തിരുന്നില്ല. രണ്ടാമത്തേത് ഒരിക്കലും മുരളി ക്ലാസ് മിസ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലത്തൊരു മായ വന്നിരിക്കുകയാണ്. ഏത് മായയാണത്? ഏതാ മായ? ഓൺലൈൻ മുരളി. സെൻട്രൽ വരാതെ ഓൺലൈനിൽ കുത്തിരിക്കാനുള്ള മടി, ഒരു എന്താണ് മായ. അതായത് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്, സെൻറ്റർ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇപ്പോൾ പറയുന്നത് എന്താ, നമ്മൾ ഡയറക്റ്റ് മധുബൻ മുരളി കേൾക്കുന്നു, നമ്മൾ ORC മുരളി കേൾക്കുന്നു, ഇനി അപ്പുറത്ത് മുരളി കേൾക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതിപ്പോൾ എല്ലാവരും ഉണ്ടാവും. ഓൺലൈൻ മുരളി കേൾക്കുന്നവരെ കയ്യെടുത്ത്, ഒന്ന് ഉറക്കം പോട്ടെ, കയ്യെടുത്ത്. എല്ലാവരും ഓൺലൈനല്ലേ. ക്ലാസ്സിൽ വന്ന് ഡെയിലി മുരളി കേൾക്കുന്നവർ കയ്യെടുത്ത്. देखो बाबा के घर का वातावरण, बाबा के घर पर बाबा की डायरेक्ट लाइट, बाबा के घर में पवित्र बहनों की दृष्टि, उनके हाथ की बनाई हुई टोली और मुरली, मीठी वाणी की मुरली, इस वातावरण से आप वंचित हो गए, इसलिए इस पर अटेंशन देना. जब कोई कारण था तो मना किया गया था, कारण था, भाई गवर्नमेंट के लॉ बने हुए थे, इसलिए क्लास नहीं आना. लेकिन अभी तो नहीं कारण है, ये तो एक माया का वार है. इसलिए सब अटेंशन देना कि मुझे बाबा के घर में एक बार हाजिरी देने जाना है, रेगुलर जाना है. इसलिए हफ्ते में 1 दिन जाएंगे, 15 दिन में माया को चांस मिलता है वार करने का. अकेला करके वार करती है. അതായത് ദീദിക്ക് എപ്പോഴും ശ്രദ്ധ ഉണ്ടായിരുന്നു, ഒരു ദിവസം പോലും മുരളി മിസ് ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ ബായിജി പറയാണ്, സെൻട്രലിൽ കിട്ടുന്ന വാതാവരണം, ബാബയുടെ ഛത്രഛായയിലിരുന്ന് കേൾക്കാനുള്ള ആ ഒരു വാതാവരണം, അഥവാ മധുരമായിട്ടുള്ള മുരളി സിസ്റ്റേഴ്സ് നിമിത്തമായിട്ടുള്ളവരിൽ നിന്നും അവരുടെ മധുരദൃഷ്ടിയിലൂടെ അഥവാ ടോളി ലഭിക്കുന്നതിലൂടെ, അതെല്ലാം ബാബയുടെ നിമിത്തതയിലൂടെ കിട്ടുന്നതിൽ നിന്നും നിങ്ങൾ സ്വയം ഡെയിലി വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, മായ നിങ്ങൾ ഉറക്കത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആദ്യം ബാബയിൽ നിന്ന് നിങ്ങൾ അകറ്റും, എന്നിട്ട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ തുടങ്ങും മായ. അപ്പം അതിനുള്ള അവസരം നിങ്ങൾ ഒരുക്കരുത് എന്നുള്ളത്. ഡെയിലി മുരളി സെൻറ്ററിൽ നിന്ന് കേൾക്കാനുള്ളത് ഒരു കാരണം ഉണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് സർക്കാർ പോലും അനുവദിച്ചിരുന്നില്ല ഡെയിലി അവിടെ പോകണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പം കാരണം ഇല്ലല്ലോ.
लाइट काटेगा, पानी काट देगा, उसकी जो आने वाली सामग्री होगी उसको खत्म करेगा, उसके बाद उस पर अटैक करता है। तो माया तो देखती है, वो तो बहुत बड़ा दुश्मन है। बात करने के पहले ब्राह्मण परिवार से दूर कर देती, मुरली से दूर कर देती, ब्रह्मा भोजन से दूर करती, संगठन से दूर करती, और फिर उसके ऊपर अटैक करती। इसलिए ध्यान देना, माया बहुत चतुर है, उसको बच करके रहना। नहीं तो कहीं ना कहीं से घुस जाएगी। चूही है ना, छोटी चूही की तरह घुसती है। അതായത് മായ വളരെ ശക്തിയാണ്, വളരെയധികം സാമർഥ്യമുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശത്രുവിനെ വീഴ്ത്തണമെങ്കിൽ ആദ്യമൊക്കെ എന്ത് ചെയ്യും, അവരുടെ കൂട്ടുകെട്ടോ ആരൊക്കെയുണ്ട് അവരൊക്കെ അകറ്റും. പിന്നീട് അവരുടെ വെള്ളം കണക്ഷൻ ഉണ്ടെങ്കിൽ, കറണ്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ, ഇതൊക്കെയാണ് കട്ട് ചെയ്ത് അവരെ തികച്ചും അവരെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ ഒറ്റപ്പെടുത്തും. അന്നതിന് ശേഷമാണ് അവർക്ക് നേരെ ഇവരുടെ യുദ്ധപ്രയോഗം ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് മായും കൂടി ആദ്യം ബ്രാഹ്മണരുടെ കൂട്ടുകെട്ടിൽ നിന്ന് അകറ്റും, അവരുടെ മുരളിയിൽ നിന്ന് അകറ്റും. ഇങ്ങനെ എല്ലാത്തിൽ നിന്നും നിങ്ങളെ അകറ്റി ഒറ്റപ്പെടുത്തിയതിന് ശേഷം തലക്കിട്ടൊരടിയും കിട്ടും. അതോടെ എന്തായാലും തീർന്നു. फाउंडेशन है मुरली, फाउंडेशन है अमृत वेले का योग, और फाउंडेशन ही पक्का नहीं है तो थोड़ी सी भी माया की कोई लहर आएगी, उड़ा दी जाएगी। इसलिए हमेशा कोई भी बिल्डिंग बनाने के पहले फाउंडेशन पर बहुत ध्यान देते। मैं गया था अमेरिका में, तो जो ट्विन टावर टूटा ना, ट्विन टावर पर अटैक किया था, ट्विन टावर की जगह पर दूसरा टावर बन रहा था। जब मैं गया था 2007 में गया, फिर 2023 में गया, 2 बार गया मैंने। तो जो 2007 में जब मैं गया तो कहने ट्विन टावर मैं आपको दिखा के लाता हूँ, फिर से बन रहा है। तो मैं जब वहाँ गया तो मैंने देखा वहाँ तो तालाब बना हुआ था, बहुत गहरा अंदर खोदा हुआ था। तो मैंने कहा यार ट्विन टावर कैसे बनेगा, तो खड्डा किया, पानी भरा हुआ है। तो कहते हैं जितना बड़ा टावर बनाना है उतना मजबूत नीचे फाउंडेशन बनाना है। अगर आपको बहुत ऊंची स्थिति में जाना है, बहुत ऊंचा पद पाना है, तो बहुत गहरा फाउंडेशन और मजबूत फाउंडेशन चाहिए, तब तो मंजिल खड़ी होगी ना। कि इस जन्म की बादशाही मिलेगी, 61 जन्मों तक सत्युग त्रेता तक राजी करेंगे और उसके बाद पूज्य बनेंगे। उस पूरी बिल्डिंग का नींव का समय ये, और नींव कमजोर तो बिल्डिंग कैसे करेंगे। അതായത് ഏതൊരു കെട്ടിടവും ഉറപ്പുള്ള ഫൗണ്ടേഷൻ ഇല്ല, അടിത്തറയില്ല എങ്കിൽ ഒരിക്കലും ആ കെട്ടിടം മുന്നോട്ടും പോവുകയില്ല. അപ്പം അതേപോലെ തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനാണ് അമൃത് വേള. അപ്പം അമൃത് വേള നമ്മുടെ പവർഫുൾ അല്ല എങ്കിൽ, അടിത്തറ ഉറപ്പല്ല എങ്കിൽ, നമുക്ക് ചെറിയൊരു കൊടുങ്കാറ്റ് പോലത്തെ മായ വന്നാലും നമ്മൾ ചിലപ്പോൾ ആടി ഒലഞ്ഞു പോകും. അപ്പോൾ ബൈജി പറയാണ് ഏതാണ് അമേരിക്കയിലുള്ള ട്വിൻ ടവർ ഏതാണ് സ്ഫോടനത്തിൽ പോയത്. അപ്പോൾ അത് പണിയുന്നതിന് മുൻപുള്ള ദൃശ്യമായിരുന്നു പറഞ്ഞത്. അപ്പം അതിന് അത്രയും വലിയൊരു കുഴി എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ഇവിടെയാണ് ട്വിൻ ടവർ വരിക എന്നുള്ളത്. അപ്പോൾ ബൈജിയുടെ സങ്കല്പത്തിൽ വന്ന് ഇവിടെയാണ് വരേണ്ടത്, ഇത് ഇത്രയും വലിയ കുഴി കുഴിച്ചിട്ട് എങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞതുപോലും എത്ര ഉയരത്തിലേക്ക് നമ്മൾ ബിൽഡിംഗ് എടുക്കുന്നോ അത്രയും ആഴത്തിലേക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കണം. അപ്പോൾ ചിന്തിച്ച് നോക്കിയ ഫൗണ്ടേഷൻ ഉറപ്പുണ്ടെങ്കിലല്ലേ ആ ബിൽഡിംഗ് അത്രയും നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷനും കൂടി എത്ര ഉറപ്പുണ്ടാകണം. സത്യത്രേതായുഗത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ സംഗമികത്തിൽ നമ്മുടെ ഫൗണ്ടേഷൻ എത്രമാത്രം ഉറച്ചതായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ഉറപ്പുള്ളതായിരിക്കണം. और योग में अगर हम बीच में उठ जाते थे, नेचुरल है, थोड़ा थक गए, नींद आने लगी, उठ गए। दीदी ने एक बार दादी जी को बोला कि ये भाई लोग सवेरे योग में आते तो हैं लेकिन बीच में उठ जाते, क्यों उठते हैं? कोई 4:30 बजे उठ जाता है, कोई पहले उठ जाता है, कब आता है? आते हैं, उठ जाते हैं, आप चेक करो, और कौन कौन नहीं आता उसकी चेकिंग करो, मुझे लिस्ट दो। दीदी योग कराती थी तो दीदी और दादी पीछे बैठती थी, 2 इंजन होते थे हमारे, एक आगे से एक पीछे से। तो दादी पीछे बैठती थी हिस्ट्री हाल में, और दीदी योग कराने आगे बैठते थे। तो एक दिन दीदी ने दादी को बोला कि पांडव हम लोग एक ही बिल्डिंग में 25 भाई रहते थे, 5-5
के कमरे थे, 5 कमरे, जिसको लाइट हाउस कहते हैं, पांडव भवन में। तो दादी ने क्या किया, बीच में जब भाई लोग उठ गए, कुछ उठने लगे, तो दादी और मोहिनी बहन ने घूंघट निकाला ऐसे साड़ी का, ऐसे पल्लू, और पल्लू आगे करके, और हमारे यहाँ भाइयों की तरफ वो ऊपर आने लगी सीढ़ी चढ़ करके। 4:30 बजा था सवेरे का, अमृत वेले का। तो हम भी ऊपर चले गए थे कमरे में। तो ऊपर से हम 2-3 भाई जोर से चिल्लाए, बोले कि ये माताएं तुम इधर नहीं आओ, ये भाइयों का क्षेत्र है, भाई रहते हैं। तो दादी ने ऐसे किया और सीटी मारी, चुप, बोलना नहीं कोई भी। उन्हें चेकिंग शुरू हो गई, ऊपर आ गई कमरों में, कौन कौन सोया है, कौन क्या कर रहा है, लिखो से कागज पर, बोलना कुछ नहीं, नोट करो। 5 कमरों में ऐसे झांक करके कौन सोया है, कौन नहाने गया है, कौन क्या कर रहा है, सबकी लिस्ट लिखी। और लिखने के बाद एक सीढ़ी से चढ़ी और दूसरे सीढ़ी से उतर के चली गई, चेकिंग हो गई। अब सब हलचल हो गया, अब क्या हुआ, क्या होगा, अब क्या होगा, क्योंकि 25 में से 10 लोग तो सोए थे, कोई 5-7 नहा हो रहे होंगे, योग में कोई होंगे रेगुलर। बस सब वो लिस्ट दीदी के पास गई, और दीदी नाश्ते के बाद बैठ करके लिस्ट देखती थी। पहले वाले भाई को कहती, उस भाई को बुलाना, उस भाई को बुला। और जब बुलाने आता तो सब ऐसे खाते, अब क्या होगा, कौन सी सजा मिलेगी। दीदी बहुत प्यार से उसको उठा कर पूछती, तबीयत तो ठीक है ना, तबीयत ठीक है, नाश्ता किया, सैर करके आए, जी जी करते, चल अब क्या बोलेगा। अमृत वेले क्या हुआ था, योग में भगवान से मिलने का अपॉइंटमेंट का समय तुमने मिस किया। भगवान से अगर शक्ति नहीं लोगे तो कैसे चल सकोगे। ऐसे बहुत प्यार से सिखा करके आगे के लिए ध्यान देना, ये फाउंडेशन है, इसको मजबूत करो, एक दिन भी अलबेला नहीं हो। ऐसे प्यार से सिखा करके टोली मिला के भेज दो। अब दूसरे दिन अपने आप को काफी जाएगा, रेगुलर हो गया। तो हम लोगों का उस समय का आदत बना हुआ, 50 साल हो गए मेरा अमृत मेला कभी मिस ही नहीं होता, क्योंकि आदत बन गई। कहीं जाओ देश विदेश में अमृत मेला मिस नहीं होता। അപ്പോൾ ദീദി അത്രയും സ്ട്രോങ് ആയിരുന്നു. അമൃത് വേളയുടെ കാര്യത്തിൽ ദീദി വളരെ സ്ട്രോങ് നിയമം പാലിക്കണമായിരുന്നു. അപ്പോൾ ദീദി എപ്പോഴും യോഗം ചെയ്യിപ്പിക്കാൻ വരുമായിരുന്നു, ദാദിയും കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ യോഗത്തിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നൊരു ശീലം, അത് സ്വാഭാവികമായിട്ട് 4:30 ആകുമ്പോൾ ചിലപ്പോൾ എഴുന്നേൽക്കാൻ തുടങ്ങും. അതേപോലെ അവിടെ പാണ്ഡവ ഭവനത്തിലുള്ള സമയമാണ്. അപ്പോൾ അവിടെ ലൈറ്റ് ഹൗസിൽ 25 പേര് കുമാരന്മാരുണ്ടായിരുന്നു. അപ്പോൾ ദീദി ഒരു ദിവസം ദാദിയോട് പറഞ്ഞു, ദാദി എല്ലാവരും അമൃത് വേള യോഗത്തിന് വരുന്നുണ്ട്, പക്ഷേ അതിൽ പലരും ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നുണ്ടല്ലോ, ഇവരെവിടെയാണ് പോകുന്നത്, എന്താ ചെയ്യുന്നതെന്ന് അന്വേഷിച്ച് പിടിക്കണമല്ലോ എന്ന്. അപ്പോൾ ദാദി പിന്നിലിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അമൃത് വേള കഴിഞ്ഞ് ഓരോരുത്തർ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദാദിയും പിന്നീട് മോഹിനി ദീദി കൂടെ എന്ത് ചെയ്തു, ഇങ്ങനെ സാരി ഇങ്ങനെ തലയോട് ഇട്ടിട്ട് ഇവർ താമസിക്കുന്ന ഭാഗത്തേക്ക് അങ്ങനെ പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോഴും ഇവരെല്ലാം ഇറങ്ങിപ്പോവല്ലേ, ഈ 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് പോകുമ്പോൾ അവർ ഒച്ചപ്പാടാക്കാൻ തുടങ്ങി. അമ്മമാരെ നിങ്ങൾ അങ്ങോട്ട് പോയി, ഇതെല്ലാം ബ്രദേഴ്സിൻ്റെതാണെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ദാദി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ സാരി പൊന്നിച്ച്, ഞാനാണ്, ആരോടും മിണ്ടാതിരുന്നു, ഒരു പുസ്തകം പേന എടുത്തിട്ട് എഴുതാൻ പറഞ്ഞു. എത്ര പേര് ഉറങ്ങുന്നുണ്ട്, എത്ര പേര് കുളിക്കാൻ പോയി, എത്ര പേര് എന്താ ചെയ്യുന്നത്, ഇതൊക്കെ നോട്ട് ചെയ്തിട്ട് ഒരു ഏണിപ്പടിയിൽ നിന്ന് കയറി മറ്റൊരു ഏണിപ്പടി കൂടെ ഇറങ്ങിയിട്ട് അങ്ങ് പോയി. പിറ്റേ ദിവസം ഇവർക്കൊക്കെ ഭയം തുടങ്ങി, ഇനിയിപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയില്ലല്ലോ, വഴക്ക് കിട്ടുമോ, എന്താ പറയാമെന്നറിയില്ല. അങ്ങനെ ദീദിയുടെ അടുത്ത് ആ ലിസ്റ്റ് പോയി. ദീദി ഓരോരുത്തരായിട്ട് തൻ്റെ റൂമിലേക്ക് വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, സുഖമാണോ, ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ ഉത്തരം ചെയ്ത് തലയാട്ടി, കുഴപ്പമൊന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അത് നല്ലതായിരുന്നു. പക്ഷെ എന്ത് ഈ അമൃത് വേളയിൽ നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അമൃത് വേളയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇത് ഭഗവാന്റെ അപ്പോയിൻമെൻ്റ് ആണല്ലോ നിങ്ങളുടെ കൂടെ, ആ ഭഗവാന്റെ അപ്പോയിൻമെൻറ്റ് എന്തിനാണ് നിങ്ങളിങ്ങനെ നഷ്ടപ്പെടുത്തുന്നത്, ഇങ്ങനെ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവർക്ക് ഉപദേശം കൊടുത്ത് അവർക്ക് ടോലി കൊടുത്ത് അങ്ങ് പറഞ്ഞയക്കുക ചെയ്ത. അപ്പോൾ പിറ്റേ ദിവസം മുതൽ ആ ഒരു സമയം ആകുമ്പോൾ എന്തായാലും അവരുടെ ഉള്ളിലൊരു പേടി വരും, നാളെ ഇതുപോലെ തന്നെ ദീദി ചോദിക്കും എന്നുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ അമൃത് വേള അത്രയും ഉറച്ചു പോയി, എവിടെയാണെങ്കിൽ പോലും അമൃത് വേള മിസ് ചെയ്യാറില്ല.
എല്ലാവരും മൊബൈലൊന്ന് സൈലൻസിൽ വെക്കുക. ചിലരുടെയൊക്കെ മൊബൈൽ അടിക്കുന്നുണ്ട്, ഡിസ്റ്റർബൻസ് ആവും. പിന്നെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്നിരിക്കുക. നല്ല ചൂടുള്ള इतने सेवाधारी समर्पित करवाए, हम लोगों को जो समर्पित होने का चांस मिला, उनकी इंटरनल पालना, उनके फाउंडेशन को ज्ञान और योग से, नियम और मर्यादाओं से बहुत मजबूत किया। जरा भी दृष्टि, वृत्ति, बोल, चाल, चलन, चेहरा सब पर फुल अटेंशन दीदी का। कैसे चलता है, कैसे बैठता है, कैसे खाता है, कैसे सोता है, सब चीज़ों पर फुल ध्यान। और दादी फिर इसका विस्तार करने में लगी। बाबा ने दादी के हाथ में हाथ देकर के पूरा यज्ञ दिखाया, चक्कर लगवाया। जिस दिन शरीर छोड़ा 18 तारीख को सुबह से शाम तक बाबा ने दादी को फुल ट्रेनिंग दिया कि यहाँ पर बच्चों के लिए बनाएंगे, यहाँ ऐसे करेंगे, बच्चे वृद्धि को पा रहे हैं, ये करना है, ये करना है। उसमें ट्रेनिंग सेंटर बन रहा था, यहाँ बच्चे ट्रेनिंग चलेगी टीचर्स की, यहाँ इंद्रप्रस्थ बनेगा, यहाँ पर बच्चों के लिए टीचर्स को ट्रेनिंग देने वाली बहनें रहेंगी। पूरा गाइड ब्रह्मा बाबा ने साकार में 18 जनवरी को एक दिन में दादी को कर दिया। അതായത് എങ്ങനെയാണ് യജ്ഞത്തിൽ 2 പേരും ട്രെയിനിങ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. അതായത് ദീദി ഇൻറ്റേർണലായിട്ട് ആന്തരിക തലത്തിൽ ഈ ബ്രദേഴ്സിൻ്റെ അത് സമർപ്പിതരായിരിക്കുന്നവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. അതാണ് അവരുടെ ദൃഷ്ടി എങ്ങനെയുള്ളതായിരിക്കണം, വൃത്തി എങ്ങനെയുള്ളതായിരിക്കണം, അവരുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണം, അവരുടെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം, അവരുടെ കൂട്ടുകെട്ട് ആരുടെ കൂടെയുള്ളതാണ്, ഇതിനൊക്കെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിനൊക്കെ തിരുത്തി അവരിൽ പക്വത കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ആന്തരിക തലത്തിൽ ആ ഒരു നിയമ മര്യാദ അത്രയും പവർഫുള്ളാക്കി മാറ്റുകയായിരുന്നു നമ്മുടെ ദീദി ചെയ്തിരുന്നത്. അതേസമയത്ത് ദാദിക്കുള്ള ഡ്യൂട്ടി എന്തായിരുന്നു? 1969 ജനുവരി 18 അന്നാണല്ലോ ബ്രഹ്മബാബ ശരീരം ഉപേക്ഷിച്ച ദിവസം. പക്ഷെ അതിനു മുമ്പ് ബ്രഹ്മബാബ ദാദിയുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് മധുബനം, പാണ്ഡവഭവൻ ആ സമയത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങി ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കാണിച്ചു കൊടുത്തു. ഇനി എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്നും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ബ്രാഹ്മണരുടെ അഭിവൃദ്ധി ഉണ്ടാവുകയാണ്, വിസ്താരത്തിലേക്ക് പോവുകയാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇന്നതൊക്കെ ചെയ്തു കൊടുക്കണം, ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടി ചെയ്തു കൊടുക്കണം, ആ ബിൽഡിംഗ് ഇവിടെ വരണം, ഇന്ദ്രപ്രസ്ഥ ഇവിടെ വരണം, ഇതെല്ലാം ബാബ കൈപിടിച്ച് എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. तो सबसे पहले इंद्रप्रस्थ बन के तैयार हुआ, जो पांडव भवन में शांति स्तंभ के सामने है, ट्रेनिंग सेंटर बन गया। फिर दादी ने जमीनें लेना शुरू किया, राज्य भवन बनाया 12 सीट का, 12 लोगों के रहने के लिए। बाहर विज्ञान भवन के पास राज्य भवन बना। उसमें पहला शिविर शुरू हुआ 73 में, राजयोग शिविर रखा गया। और जब राजयोग शिविर में भाई लोग आए, अधिकतर प्रोफेसर्स आए गुजरात से, तो 12 प्रोफेसर्स पहले आए। उनकी इतनी अच्छी पालना हुई जो सारे के सारे ज्ञान में चले। उनके बच्चे भी अभी सब सेंटर इंचार्ज हैं, बड़े बड़े सेंटर्स बने हुए हैं। तो शुरू में 12 लोगों के लिए राजयोग भवन पहले बना, पहला मकान बाहर बना, पांडव भवन के बाहर। അപ്പോൾ 1971 ബായിജി അവിടെ എത്തിയപ്പോഴാണ് ഇന്ദ്രപ്രസ്ഥയുടെ ബിൽഡിംഗ് പൂർണ്ണമായതും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ സെൻറ്ററോടെ നിർമ്മാണത്തിൽ വന്നത്. അത് കഴിഞ്ഞിട്ടാണ് 73 പുറത്തുനിന്ന്, അതായത് പാണ്ഡവ ഭവനത്തിൻ്റെ പുറത്ത് നമുക്കറിയാം അവിടെ കുറച്ച് താമസിക്കാനുള്ള ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ബിൽഡിങ്ങാണ് രാജയോഗി ഭവൻ എന്ന് പറഞ്ഞ് 12 പേർക്ക് താമസിക്കാനുള്ളത്. അപ്പോൾ അത് തുടങ്ങിയതിന് ശേഷം ആദ്യം രാജയോഗ ശിബിരം നടത്തി. ഗുജറാത്തിൽ നിന്ന്
നിന്ന് 12 പ്രൊഫസേഴ്സിൻ്റെ ശിബിരമായിരുന്നു അതുണ്ടായിരുന്നത്. അവരെല്ലാവരും പക്ക അവർക്ക് കിട്ടിയിരിക്കുന്ന പാലനയുടെ ആധാരത്തിൽ ശിബിരാർത്ഥികളായി വന്നവർ പക്ക ബാബയുടെ കുട്ടികളായി മാറുക മാത്രമല്ല അവരുടെ മക്കളെല്ലാവരും ഇപ്പോൾ സെൻറ്റർ പരിപാലിക്കുന്ന ടീച്ചേഴ്സായിട്ട് മാറിയിരിക്കുകയാണ്. उसके बाद दादी ने मधुबन वालों की सेना तैयार किया. केवल मधुबन के भाइयों को, सब कार्य मधुबन वालों को ही करना है. बाहर के इंजीनियर, बाहर के मजदूर, कोई कार आर्किटेक्ट नहीं. एक दो सिर्फ होते थे, बाकी सारी बिल्डिंग भाई लोग बनाएंगे. जहाँ पर भी बिल्डिंग बनी, फाउंडेशन से लेकर के पत्थर तोड़ना है, बिल्डिंग खड़ी करनी है. ओम शांति भवन 83 में बना और उसके पहले पांडव भवन का भंडारा बना, विशाल भवन बना, फिर उसके बाद ओम शांति भवन बना. जितनी बिल्डिंगें बनी वो सब मधुबन के भाइयों बहनों ने मिलकर बनाई. कार सेवा किया, हाथों से किया. അതിനുശേഷമാണ് ദാദി ഇത്തരത്തിലുള്ളൊരു സൈന്യത്തെ തയ്യാറാക്കിയത്, പാണ്ഡവ സൈന്യത്തെ. അതായത് ഒരു പുറമെയുള്ള ഒരു എഞ്ചിനീയേഴ്സോ അഥവാ അത്തരത്തിലുള്ള ആർക്കിടെക്റ്റേഴ്സോ പാടില്ല, എല്ലാവരും ബാബയുടെ കുട്ടികൾ തന്നെ, ബാബയുടെ മക്കളുടെ കൈകൾ കൊണ്ട് തന്നെ നടത്തണം എന്നുള്ളത്. അങ്ങനെ 83-ലാണ് ഓം ശാന്തി ഭവനത്തിൻ്റെ കൺസ്ട്രക്ഷൻ നിർമ്മാണത്തിൻ്റെ തുടക്കം കുറിച്ചതും. അങ്ങനെ ഒത്തിരി വിശ്വനാമ നിർമ്മാണത്തിൻ്റെ ബിൽഡിങ്, അങ്ങനെ ഒത്തിരി ബിൽഡിങ്ങുകൾ നമ്മുടെ ബാബയുടെ കുട്ടികൾ തന്നെ. ആരാണ്? സറണ്ടർ സേവാധാരികൾ അഥവാ മറ്റുള്ള ബാബയുടെ കുട്ടികൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും A to Z കർമ്മങ്ങളൊക്കെ ചെയ്തത്. स्नेही बच्चों ने स्थान दिया. जैसे सुखधाम बना तो एक भाई थे महाराष्ट्र के, बहुत बड़े बिजनेसमैन थे. उन्होंने कैसे वो जमीन को देखा और ले लिया. लेने के बाद आके दादी को कहते, दादी ये सुखधाम की जमीन, सुखधाम तो बाद में नाम पड़ा, ये जमीन मैंने ली है, यज्ञ में देना है मुझे. कौन बनाएगा? जमीन लेके दे दिया, बनाएगा कौन? पैसा कहाँ है? मधुबन वाले बनाएंगे. सुखधाम बनाया, विज्ञान भवन बनाया, फिर उसके बाद भंडारा बना. बहुत सारी बिल्डिंगें, हर साल एक एक नई बिल्डिंग क्रिएट होने लगी, बनने लगी. तो दादियों के अंदर प्लानिंग थी कि कैसे विस्तार होगा यज्ञ का, कितने बच्चे आएंगे, कैसे कैसे यज्ञ चलेगा, आगे बढ़ेगा. तो जैसे कोई त्रिकालदर्शी होते हैं ना, ऐसे बाबा टच करता और बच्चे करने लगते. അതായത് എങ്ങനെയാണ് ഈ യജ്ഞത്തിൻ്റെ വിസ്താരത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള പ്ലാനിങ്ങും ചിന്തനകളും ഒക്കെ ദാദിയുടെ മനസ്സിലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബാബ ടച്ചിങ് ചെയ്യുമായിരുന്നു, ഇവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ ദിവസം ഓരോ വർഷം പോകുമ്പോഴും പല പല ബിൽഡിങ്ങുകൾ അവിടെ വരാൻ തുടങ്ങി. ജ്ഞാനവിജ്ഞാന ഭവനാകട്ടെ, സുഖധാമാകട്ടെ, അത് സ്ഥലങ്ങളൊക്കെ കൊടുക്കുന്നത് യജ്ഞസ്നേഹികളായിരിക്കുന്ന മക്കൾ വാങ്ങിച്ചിടുമായിരുന്നു. പക്ഷെ അത് ആര് പണിയും എന്നതാണ് ചോദ്യം. അവിടെയാണ് ദാദി പറഞ്ഞത്, നമ്മുടെ സൈന്യം തന്നെ തയ്യാറാകണം. അങ്ങനെ നമ്മുടെ കുട്ടികളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക, അവരെ കൊണ്ട് തന്നെയാണ് മറ്റെല്ലാ ബിൽഡിങ്ങുകളും. അപ്പോൾ മഹാരാഷ്ട്രയിലുള്ള ഒരു സമ്പന്നനായിരിക്കുന്ന ബാബയുടെ കുട്ടിയാണ് പറഞ്ഞത്, ദാദി ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്, ഇത് സുഖധാമം ആക്കാനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അവിടെ ദാദിയുടെ ചിന്ത അതായിരുന്നു, ആര് പണിയും എന്നുള്ളത് അല്ലേ. പുറമേ ആ സമയത്തെല്ലാം അത്ര സമ്പന്നത ഉണ്ടായിരുന്നില്ല, അപ്പോൾ എങ്ങനെ പുറമേ ഉള്ളവർക്ക് കൊടുക്കും. അതുകൊണ്ട് ബാബയുടെ കുട്ടികൾ തന്നെയാണ് ആ ബിൽഡിങ്ങുകളൊക്കെ എടുത്തത്. ओम शांति भवन जो बना वो जमीन एकदम पथरीली थी, पत्थर थे, चट्टान थी. और वहाँ पर रात को 8 बजे के बाद पांडव भवन से कोई बाहर नहीं निकलते. तो वहाँ भालू आते थे, रीछ आते, चीता आते, जंगली जानवर आते थे. इसलिए 8 बजे के बाद पांडव भवन से कोई बाहर नहीं निकल सकता, अंधेरा होता था. तो एक भाई ने पहाड़ी साड़ी खरीद लिया, अपने बाबा के बच्चे ने बताया नहीं दादी को. राजस्थान का भाई था, जयपुर के. वो अपनी पहाड़ी खरीद करके सारी दादी के हाथ में कागज रख दिए, दादी ये जमीन पर कुछ बना लो, यहाँ पर मकान बनेगा तो जंगली जानवर नहीं आएंगे. क्या बना लिए? यहाँ बड़ा हाल बना लो. वो हाल बनाना शुरू किया ओम शांति भवन का. बहुत बिघा, पहाड़ी नहीं तोड़ सकते, ये नहीं कर सकते, गवर्नमेंट के नियम नहीं है. जितना तोड़ने को मिला वो आलीशान एक सुंदर भवन बन गया 1.5 साल में. और दादी का इतना बड़ा उमंग, डेट पहले फिक्स,
इस डेट को इसका उद्घाटन होगा। 8 फरवरी 83 को उद्घाटन की डेट फिक्स और 82 दिसंबर में दीवार भी नहीं बनी है। लेकिन उनका जो उमंग उत्साह था, कराने का तरीका था, उसने सब काम असंभव भी संभव कर दिया। एक ग्रुप आया सूरत से, गुजरात से, स्नेही सहयोगी बाबा के बच्चे, ज्ञानी नहीं, स्नेही सहयोगी। उन्होंने कहा हम बाप दादी ये काम हम कर देंगे। एक बुजुर्ग भाई थे अहमदाबाद के, वो ऊपर की छत कैंची बनाते थे, ऐसे 3 सीट जिस पर पड़ते, मैं ये बनाऊंगा। कहाँ कहाँ से लोग आए। 3 महीने के अंदर दिसंबर से फरवरी की शुरुआत तक हाल तैयार हो गए, सबके सहयोग से, दिन रात लग करके। लास्ट में टाइल्स नहीं लगी थी तो मोजाइक टाइल्स, सबसे सस्ती वाली टाइल्स दादी का लगा दो, रात भर में टाइल्स लगा दिया हमने। उद्घाटन के 3 दिन पहले टाइल लगी और घिसाई। लेकिन वो आज ओम शांति भवन कितनी सेवा कर रहा है। 40 साल के ऊपर हो गए, 41 साल हो गए, 41 ईयर्स का ओम शांति भवन, कितनी सेवाएं की है। हजारों आत्माएं वहाँ से, कितना बाबा ने वहाँ से पालना दी, गोलियाँ चलाई, कैसे कैसे बाबा वहाँ 12-12, 14-14 घंटा आए। ओम शांति भवन बना और सबके सहयोग से बना, इसलिए वहाँ पर बड़े अच्छे वाइब्रेशंस हैं। അതായത് അതേപോലെ തന്നെയാണ് 83 ഓം ശാന്തി ഭവനത്തിൻ്റെ നിർമ്മാണമായത്. ഇപ്പോൾ ബായിജി പറയാണ് ഇതെല്ലാം സ്നേഹി സഹയോഗി കുട്ടികളാണ്. അവർ ജ്ഞാനത്തിൽ മുഴുവനായിട്ടുണ്ടാവില്ല, പക്ഷെ ബാബയുടെ യജ്ഞം എന്നുള്ള രീതിയിൽ ബാബയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് അവരെയാണ് സ്നേഹി സഹയോഗി എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ ജയ്പൂരിലുള്ള ബായി ദാദിയോടൊന്നും പറയാതെ തന്നെ ആ പ്രദേശത്തിലുള്ള, ഇപ്പോൾ ഓം ശാന്തി ഭവൻ ഉണ്ടല്ലോ, ആ പാറക്കെട്ടുള്ള ആ ഭൂമിയെ എടുത്ത് അതിൻ്റെ പേപ്പർ മൊത്തം ദാദിയുടെ കയ്യിലേൽപ്പിച്ച് പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ഒന്ന് പണിയ ദാദിന്ന്. കാരണം എന്താ പറഞ്ഞാൽ ആ ഒരു സമയത്തൊന്നും 8 മണിക്ക് ശേഷം, രാത്രി 8 മണിക്ക് ശേഷം ഒരാൾക്ക് പോലും അതിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അവിടെ കരടി ഉണ്ടാകും, പിന്നീട് എന്താണ് ചീത്ത പറഞ്ഞാൽ കാട്ടുപ്രാണികളൊക്കെ ഉണ്ടാകുമായിരുന്നു, ഇവരെ അറ്റാക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആരും അവിടെ പുറത്തേക്ക് പോവാറില്ല. അപ്പോൾ ഈ ബായിയുടെ മനസ്സിൽ വന്നതാണ് അത് ഞാൻ വാങ്ങിച്ചിട്ടാൽ അവിടെ എന്തെങ്കിലും പണിതാൽ അത്തരത്തിലുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ദാദിയോട് പറഞ്ഞു അവിടെ ഇപ്പോൾ എന്ത് പണിയാനാന്ന് ദാദി ചോദിച്ചു. അപ്പോൾ ദാദിയോട് പറഞ്ഞു ഒരു ഹോൾ അങ്ങ് പണിതേക്ക്. അപ്പോൾ ഹോള് പണിയാൻ മാത്രമല്ല ദാദിയിൽ എത്രമാത്രം ദൃഢതയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ദാദി മുൻകൂട്ടി തന്നെ എല്ലാ ഡേറ്റും ഫിക്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ ദാദി പറഞ്ഞു ഫെബ്രുവരി 8 1983 ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യണമെന്ന്. ഇത് നോക്കുമ്പോൾ ഡിസംബറായി ജനുവരി ആയിട്ടും അതിൻ്റെ ഒരു എന്താ പറയുക വാള് പോലും, അതായത് കോമൗണ്ട് പോലും കെട്ടാൻ പറ്റില്ല. കാരണം ഒരു ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ വിഘ്നം ഉണ്ടായിരുന്നു, രണ്ടാമത്തേത് ഇവർക്ക് ഇതൊന്നും പൊട്ടിക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ പാറയായിരുന്നല്ലോ അത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴും കൂടി ദാദിയുടെ ഡേറ്റിനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാബ ചെയ്യിപ്പിക്കുന്നുള്ളൊരു ദൃഢതയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഡിസംബർ മാസത്തിൽ സൂറത്ത് നിന്നൊരു ഗ്രൂപ്പ് ബാബയുടെ മില്ലത്തിന് വേണ്ടി അവിടെ വന്നപ്പോൾ അതിൽ ഓരോരുത്തരും ഓരോ കാര്യം ചെയ്യുന്നവരായിരുന്നു. അതിലൊരു പ്രായമുള്ള ഒരാൾ പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഷീറ്റൊക്കെ ഞാൻ ഇട്ട് തരാം, മറ്റേ മുകളിലുള്ള ഷീറ്റ് ഇടുന്ന ഒരു ജോലിയായിരുന്നു, അതുകൊണ്ട് ഷീറ്റ് ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. വേറെ ആരോ പറഞ്ഞു ഞാൻ ഈ മതിലൊക്കെ കെട്ടിത്തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഇതിന് മൊത്തം ടൈൽസ് ഇടണ്ടേ, ഇനിയിപ്പോൾ ടൈൽസ് ആരിടും? അപ്പോൾ ഏതൊരു ചെറിയ വില കുറവിൻ്റെ മൊസൈക്ക് അന്ന് അതായിരുന്നല്ലോ. അപ്പോൾ അത് അന്ന് രാത്രിയോട് രാത്രി ഉദ്ഘാടനത്തിൻ്റെ 3 ദിവസം മുമ്പാണ് ഈ ടൈൽസൊക്കെ ഇട്ട് തീർത്തത്. അങ്ങനെ ആ ഡേറ്റിൽ അതിൻ്റെ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ മറ്റൊരു വിശേഷത പലവരിൽ നിന്നും സഹയോഗത്തിൽ കൂടിയാണ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തിൻ്റെ സഹയോഗത്തിൻ്റെ വൈബ്രേഷൻ ഇപ്പോഴും ഉണ്ട്. രണ്ടാമത്തെ അതിലൂടെ എത്ര ആത്മാക്കളുടെ പാലന, എത്ര പേർക്ക് ബാബയുടെ സന്ദേശം കിട്ടാനത് ആധാരമായി. लेकिन उसमें क्या दादी जो थी ना खुद करके सिखाती थी, कह करके नहीं। शाम को 3:30-4 बजे दादी वहाँ पर चली जाती पहले और कहती सब भाई लोग आओ, सब बहनें आओ, यहाँ पर चाय यहीं पर टोली मिलेगी। और खुद उठाने लगती तगारी, पत्थर उठाना, पत्थर तोड़ना। दादियाँ खुद लग जाती तो सब भाई लोग लग जाते। बड़े बड़े काम जो है ना दादियों ने खुद करके आगे रह करके करवा लिया। इसने कभी खेल में किया, आता कुछ नहीं था,
पत्थर तोड़ते थे तो खून निकलता था, कहीं यहाँ लग जाता, कहीं यहाँ लग जाता, लेकिन सब काम किया और करवाया। तो खुद खड़े होकर के सबकी पालना करके इतना बड़ा यज्ञ खड़ा कर दिया। അതായത് ദാദി എന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിക്കാൻ മാത്രമല്ല, പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ മാത്രമല്ലായിരുന്നു, ദാദി സ്വയം ചെയ്തിട്ടാണ് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിനാണ് ഒരു വൈകിട്ട് 4-3 മണിയാകുമ്പോൾ ദാദി തന്നെ ആ സ്ഥലത്തേക്ക് പോകും, ആ പാറക്കെട്ടുള്ള സ്ഥലത്തേക്ക്. എന്നിട്ട് അവൾ പറയും, നിങ്ങൾ ഇന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ടോലി തരും, അത് തരും, ഇതൊക്കെ തരും എന്ന് പറയും. അപ്പോൾ ദാദി സ്വയം തന്നെ പാറ എടുക്കാൻ തുടങ്ങും, ദാദി സ്വയം തന്നെ പാറ പൊട്ടിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും എല്ലാ ബ്രദേഴ്സൊക്കെ വരുമായിരുന്നു, അവർ ചെയ്യുമായിരുന്നു എന്ന്. അത്ര എളുപ്പമുള്ളതായിരുന്നില്ലെങ്കിലും ദാദി മുന്നിട്ട് നിന്ന് എടുക്കുമ്പോൾ ബാക്കി എല്ലാവരും അതൊരു കളിയുടെ രസത്തോടു കൂടിയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ചിലപ്പോൾ മൂക്കിൽ അത് കൊള്ളും, പറ പൊട്ടിക്കുമ്പോൾ അതൊക്കെ തെറിക്കില്ലേ, ചിലപ്പോൾ തലയിൽ കൊള്ളും, ചോര വരുന്നുണ്ട്, ഇതൊന്നും അവർക്ക് അപ്പോഴതൊന്നും പ്രശ്നമായിരുന്നില്ല. कहाँ सुनाएंगे, क्या खिलाएंगे, क्योंकि पानी गर्म करके कमरों में देना पड़ता था। खाना जो है चूल्हे पर रोटियां बनती थी लकड़ियों के ऊपर। कोई साधन नहीं थे मधुबन में, कोई साइंस का साधन नहीं था। धोबी घाट ऐसे धोबी की तरह पाटे पर करते थे, लेकिन ओम शांति भवन बना और सब कुछ मिल गया। उसके पहले दादी ने कहा कि मधुबन वालों को 3000 सीट का हाल बना है, ये छोटा पड़ना चाहिए, फुल भरना चाहिए, खाली नहीं रहना चाहिए। सब ब्राह्मणों को निमंत्रण दो, कहाँ रहेंगे, पूरा आबू बुक कर दो, पूरा आबू, कुछ भी आबू का एक चारपाई बाहर वालों के लिए नहीं, सब ब्रह्मा कुमारी। होटल, धर्मशालाएं, मंदिर, जितना रहने का स्थान है सब पर कब्जा ब्रह्मा कुमारी का बुक कर दिया, ले लिया। और जब ले लिया तो उसके गंदे चद्दरें, उनका बिस्तर, पानी का प्रबंध कौन करे, मधुबन वासी करे। सब छोड़ो, उतारो, धुलाई करो, पानी का प्रबंध करो। 3000 लोगों को बुलाया पहले कॉन्फ्रेंस में 83 में, और पूरे आबू को बुक करके रखा वहाँ, और हाल छोटा पड़ गया। तो वो सेवा पहली हुई, और जब पूरा ही लेन देन पूरा हुआ, कॉन्फ्रेंस हो गई, हाल बन गया, उद्घाटन हो गया, उसके बाद दादी कहती है हम लोगों को मिल करके, ये जो बूढ़ा बाबा है ना, ये बूढ़ा बाबा ये बड़ा चतुर है। कहती क्या चतुराई किया, जितना तुम लोगों ने खर्चा किया है उतना ही भंडारी में आया, 1 रुपया कम नहीं, 1 रुपया ज़्यादा नहीं, कहाँ से आया, किसने किया, कुछ पता नहीं। നമുക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞ റോം ഇങ്ങനെ പൊന്തുകയാണ്. നമ്മൾ ഈ ചരിത്രം ഒന്നും ഇത്ര അറിയുന്നില്ലല്ലോ. हमने ऐसी इतनी डेप्थ का चरित्र में कभी नहीं सुना. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആ സമയത്ത് ദാദി ഈ ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് ദാദി അത് പാണ്ഡവ ഭവൻ ഉണ്ടായപ്പോൾ 100 പേര് ബാബമ്മയെല്ലാം കുട്ടികൾ വന്നാൽ അത് തന്നെ വലിയൊരു പാർട്ടിയായിരുന്നു. അപ്പോൾ തന്നെ ചിന്ത തുടങ്ങും ബാക്കിയുള്ള സേവാധാരികൾക്ക്, ദാദി ഇവർക്ക് എന്ത് കൊടുക്കും, എവിടെ ഇവരൊക്കെ എടുത്താൽ എന്തൊക്കെ ഇവർക്ക് ചെയ്തു കൊടുക്കുക. കാരണം ആ സമയത്തൊക്കെ ഓരോരുത്തർക്കും വെള്ളം ചൂടാക്കി കൊണ്ടുപോയി കൊടുക്കണം ഓരോ സേവാധാരികൾ. അത്രയും പിന്നീട് എല്ലാം വിറകടുപ്പിലായിരുന്നു, ഇത്രയും പേർക്കുള്ള ഭക്ഷണമൊക്കെ ഒരു സയൻസിൻ്റെ വ്യവസ്ഥ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പാണ്ഡവ ഭവനത്തിൻ്റെ ഓം ശാന്തി ഭവൻ ആയപ്പോഴേക്ക് ടോട്ടൽ ഇതിൻ്റെ ചരിത്രം തന്നെ മാറുകയാണ് ഉണ്ടായത് എന്ന് അതാണ് പറഞ്ഞത്. അപ്പോൾ ദാദി പറഞ്ഞു ഇത് 3000 സീറ്റിൻ്റെ ഹോളാണ്, ഇത് ചെറുതായി മാറണം, അത്രയ്ക്ക് ആളിവിടെ എത്തണം എന്നുള്ളത്. അങ്ങനെ ഫസ്റ്റ് അതിൻ്റെ ഉദ്ഘാടന സമയത്ത് 3000 പേരെ ഇവർ എല്ലാ സെൻറ്ററിൽ നിന്നും വിളിച്ചു വരുത്തി, ഗസ്റ്റുകളും പുതിയവരൊക്കെ ഉണ്ടായി. അപ്പോൾ ഇവരെവിടെ കെടുത്തു എന്നായി, കാരണം 100 പേരെ താമസിക്കാൻ പ്രയാസമുള്ള സ്ഥലത്ത് ഇവരൊക്കെ എവിടെ കെടുത്തു. അപ്പോൾ ദാദി പറഞ്ഞത്ര മൗണ്ട് അബിലുള്ള എല്ലാ ഹോട്ടലുകളും ബുക്ക് ചെയ്തതാണ്. ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന ശരി തന്നെ, ഇതൊക്കെ ലൗകികക്കാർ ഉപയോഗിക്കുന്ന ബെഡുകളും കിടക്കുകളും അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകളും ഒക്കെ ആയിരിക്കില്ലേ. പിന്നെ വെള്ളത്തിൻ്റെ നമുക്കറിയാം അവിടുത്തെ കഷ്ടപ്പാടുകളൊക്കെ, ഈ എല്ലാം വ്യവസ്ഥാരിച്ച് അത് ഈ 19 പേര് ആരാണ് അവിടെ സേവാധാരികളുണ്ട് അവരെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് എല്ലാ ബെഡ്ഷീറ്റുകൾ അലക്കിപ്പിക്കുകയും അവർക്കുള്ള വ്യവസ്ഥ, വെള്ളത്തിൻ്റെ വ്യവസ്ഥ ഒക്കെ ചെയ്തതാരാ, ഇതേ സേവാധാരി കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ദാദി പറഞ്ഞു
ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞു, എല്ലാവരും പോയി കഴിഞ്ഞു. എൻ്റെ ദാദി ഇവരൊക്കെ സേവാധാരികളെ വിളിച്ചിരുത്തി പറഞ്ഞു പോലും ഈ വൃദ്ധനായ ബാബയുണ്ടല്ലോ ഭയങ്കര സമർത്ഥനാണെന്ന് പറഞ്ഞു. അപ്പോൾ സേവാധാരികൾ ചോദിച്ചു എന്ത് സാമർത്ഥ്യം ഇപ്പോൾ കാണിച്ചത്? അപ്പോൾ ദാദി പറഞ്ഞു എത്രയൊക്കെ നിങ്ങൾ ഇതിനു വേണ്ടി, കാരണം ബുക്ക് ചെയ്യുക വെറുതെ ബുക്ക് ചെയ്തതല്ല, പൈസ കൊടുത്ത് ബുക്ക് ചെയ്തതല്ല, എത്ര കുറച്ച് ചിലവായിട്ടുണ്ടാകാം, എത്ര നിങ്ങൾ ചിലവ് ചെയ്തോ, എത്ര പൈസ ചിലവ് ചെയ്തോ അതൊക്കെ ഇവിടെ ഭണ്ഡാരത്തിൽ വന്നിട്ടുണ്ട്. ഒരു പൈസ കൂടിയിട്ടുമില്ല, ഒരു പൈസ കുറഞ്ഞിട്ടില്ല. ഇത് ആരാ ചെയ്യിപ്പിച്ച് ആരാ ഇട്ടതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. नारियल का पानी बाबा के अव्यक्त होने के बाद सेवाओं का विस्तार हुआ और दीदी ओम शांति भवन का उद्घाटन करके फरवरी में उद्घाटन हुआ और जुलाई में शरीर छोड़ा, अव्यक्त हुई। और दीदी के अव्यक्त होते ही साधनों का विस्तार हुआ। पहले सेवाओं का विस्तार हुआ और सेवाओं के साथ साथ 83 के बाद सब साधन, हमारा धोबी घाट जो ऐसे होता था उसकी मशीनें लग गई, जो हमारा भोजन लकड़ी पर बनता था वहाँ स्टीम सिस्टम आ गई, सारी व्यवस्थाओं में चेंज आ गई। मजदूर जो लगे थे, हम मजदूरी जो कर रहे थे, मकान बना रहे थे, उसकी जगह पर मजदूर आ गए घर में, सब साधन ही चेंज हो गए, एकदम से साधनों का भंडार आ गया। 83 सेकेंड परिवर्तन, 69 पहला परिवर्तन, बड़ा परिवर्तन। और दीदी के अव्यक्त होने के बाद तो कोई कमी नहीं रही, भर गया घर। അതായത് 69-ലാണ് ഫസ്റ്റ് പരിവർത്തനം ഉണ്ടായത്. ബാബ അവ്യക്തമായപ്പോൾ സേവനത്തിൻ്റെ വിസ്താരത്തിലേക്ക് പോയി. ബാബയുടെ കുട്ടികൾ വരാൻ തുടങ്ങി, നിറയാൻ തുടങ്ങി. ആ ഒരു പരിവർത്തനം നടന്നു. രണ്ടാമത്തെ പരിവർത്തനമായിരുന്നു 83 ജൂലൈ 28 ശേഷം മൻമോഹിനി ദീദി അവ്യക്തമായത്, ശരീരം വിട്ടത്. അതിനുശേഷം മൊത്ത പരിവർത്തനം വീണ്ടും ഉണ്ടായി. സാധനങ്ങൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. അതായത് ആദ്യം പറഞ്ഞല്ലോ വിറകടുപ്പായിരുന്നു, അവിടെ സ്റ്റീം വന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അലക്കാനുള്ള മെഷീൻസ് ഒന്നും, ഇത്രയും കാര്യങ്ങൾ അലക്കുകയും പിടിക്കുകയൊക്കെ എല്ലാം തല്ലി ഇങ്ങനെ കല്ലിലിട്ട് തല്ലി അലക്കിയിരുന്നു. അവിടെ മെഷീൻസൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ സാധനങ്ങളുടെയും സയൻസിൻ്റെ വ്യവസ്ഥകളൊക്കെ അവിടെ വരാൻ തുടങ്ങി. അപ്പോൾ രണ്ടാമത്തെ പരിവർത്തനം അതായിരുന്നു. लेकिन बहुत बड़ा परिवर्तन ये आया, दीदी बहुत इंटरनल सारी व्यक्ति को संभाल रही थी, सबके पत्रों का जवाब देना, यज्ञ के निवासियों का ध्यान रखना, हम लोगों का सबकी पालना करना। तो दीदी के जाने के बाद दादी अकेली हो गई, क्योंकि जानकी दादी को सेकंड चुना गया था, सेकंड दादी थी जानकी दादी। लेकिन बाबा ने कहा नहीं, ये तो बच्ची अमेरिका में लंदन में रहेगी, वहाँ ही बैठ के सेवा करेगी, ये दादियाँ इनको साथ देंगी, जिसमें चंद्रमणि दादी, मनोहर दादी, शांतामणि दादी, लखनमणि दादी, ये दादियाँ इनको साथ देंगी। लेकिन जानकी दादी लंदन में रहेगी। बाबा ने 30 जुलाई को 28 जुलाई को दीदी ने शरीर छोड़ा और 30 जुलाई को बाबा फिर आए गुजरात दादी में और सारा डायरेक्शन दिया कि आगे अभी यज्ञ कैसे चलेगा। अब दादी तो बड़ी थी और ये सब दादियाँ नई थी, अब हम लोगों के ऊपर ज़्यादा जवाबदारी है। मधुबन में जो साथ रहते थे, तो इतने पत्र आते थे, सारे सेंटर्स के पत्र, उनका जवाब दीदी देती थी, कौन देगा। एक दिन दादी ने ईशु दादी ने हमें बुलाया, राजू देख इतनी पोस्ट हो गई है, कोई जवाब नहीं दे पाता, कौन पढ़ेगा, कौन जवाब देगा, बहुत सेवाएं बढ़ गई हैं, तुम ले जाओ इसको, पढ़ो, जवाब दो। ठीक है जी दादी। 83 की बात है ये, जुलाई के बाद जब पत्र सारे मेरे पास आए, मैंने पढ़ा, तो जवाब क्या दूंगा, मुझे तो पता है कि दुनिया क्या है। अच्छा कोई बात नहीं, तो मेरे पास आना। रोज मैं दादी के पास 4 बजे शाम को, दादी आधा घंटा मुश्किल से रेस्ट करती, 3:30 कमरे में जाएगी, 4 बजे मुझे बुला लेगी और फिर 1 घंटा कहेगी अच्छा क्या क्या पढ़ा, क्या हाईलाइट किया,
कौन सी बात पूछी है किसी ने, सुनाओ मुझे, सुना लेते। 10-12 पत्र सुन करके ऐसे बैठ जाती है, सरस्वती को बुला लिया, लिखाना शुरू कर देती, इसको ये लिखो, इसको ये लिखो, इसको ये लिखो, इसको ये लिखो, ऐसे करके पत्रों का जवाब दे देती। और मैं सारा टाइम थोड़ा हार्ड लिख करके फिर आता टाइप करता भेजता। तो ऐसे दादी के साथ, फिर दीदी के साथ तो पाठ था ही, लेकिन दादी के साथ फिर पत्र व्यवहार, मुरली, लिखना पढ़ना कार्यभार सो गया। അപ്പം അങ്ങനെ 28 ജൂലൈയിൽ ദീദി പോയതിനു ശേഷം ദാദി ഒറ്റപ്പെട്ടു പോയി. സെക്കൻഡ് അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതല കൊടുത്തിരുന്നത് ജാനകി ദാദിക്കായിരുന്നു. അപ്പോൾ ജാനകി ദാദിക്ക് ഓൾറെഡി ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു ലണ്ടനിൽ. അപ്പോൾ 30-ാം തീയതി ജൂലൈ 30-ന് ഗുൽജാർ ദാദിയുടെ ശരീരത്തിൽ ബാബ പ്രവേശിക്കുകയും ബാബ ഇനി നെക്സ്റ്റ് എങ്ങനെ ഈ യജ്ഞം നടക്കണം എന്നുള്ള ഡയറക്ഷൻ കൊടുത്തു. അപ്പോൾ പറഞ്ഞു എന്താണ്, ജാനകി ദാദി ഇവിടെ ഉണ്ടാവില്ല, ജാനകി ദാദി ലണ്ടനിൽ തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെ നിലവിൽ ഏതൊക്കെ ദാദിമാരുണ്ട് അവർ തന്നെയായിരിക്കും പ്രകാശ് മണി ദാദിക്ക് സഹയോഗം കൊടുക്കുക. അപ്പോൾ എന്താണ്, മനോഹരീന്ദ്ര ദാദി ഉണ്ടായിരുന്നു, പിന്നീട് ശാന്തമണി ദാദി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ രത്തൻ, അങ്ങനെ കുറച്ച് ദാദിമാർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അവർ പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയുണ്ടായിരുന്നില്ല, ഈ കാര്യങ്ങളെക്കുറിച്ച്. കാരണം ഇവർ 2 പേരായിരുന്നല്ലോ എല്ലാം നോട്ടം നടത്തിയിരുന്നത്. അപ്പോൾ ആ സമയത്തും രാജുഭായ് തന്നെയായിരുന്നു മൻമോഹിനി ദീദിക്ക് സഹയോഗി ആയിരുന്നത്. അതായത് ഇന്റേണൽ ആയിരിക്കുന്ന കാര്യം, ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അവിടുത്തെ വാസികൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം അത് പറഞ്ഞു കൊടുക്കുക, അവരുടെ തെറ്റുകൾ തീർത്ത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഒരുപാട് സെൻറ്ററിൽ നിന്ന് കത്തുകൾ വരിക, അതിന് മറുപടി എഴുതി, ഇതൊക്കെ ദീദിയുടെ ഇവരുടെയും കാര്യമായിരുന്നു. അപ്പോൾ അതിനുശേഷം ദാദി ഇങ്ങനെ ഒറ്റയ്ക്കായപ്പോൾ ദാദി ഒരു ദിവസം വിളിച്ചു, രാജുഭായ് നോക്കി ഇത്ര പോസ്റ്റ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്, ഇത് ആരാ വായിക്കുക, എങ്ങനെ ഉത്തരം കൊടുക്കുക, എനിക്കൊട്ടും പറ്റുന്നില്ലല്ലോ, ഇത്രയും പേർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. അത്രയും വിസ്താരത്തിലേക്ക് സേവയുടെ ചുമതല വന്നപ്പോൾ ദാദി ഇവരെ ഏൽപ്പിച്ചു, അതൊക്കെ വായിക്കാൻ എനിക്ക് ഉത്തരം കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് രാജുഭായിക്ക് ലോകത്തിൻ്റെ പരിചയം ഉണ്ടായിരുന്നില്ലല്ലോ, അവരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് ഉത്തരം എഴുതേണ്ടതെന്ന്. അപ്പോൾ രാജുഭായ് ദാദിയോട് പറഞ്ഞു ഇതിൻ്റെ ഉത്തരമൊക്കെ എങ്ങനെയോ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ദാദി വൈകിട്ട് റെസ്റ്റിൻ്റെ സമയം 3:30 പോയാൽ 4 മണിക്ക് പുറത്ത് വരുമായിരുന്നു. ഉടനെ തന്നെ രാജുഭായി വിളിക്കുകയായിരുന്നു. അത് ചോദിക്കുമ്പോഴും എന്തൊക്കെയാണ് അവർ കത്തിൽ എഴുതിയത്, ആരൊക്കെ എന്തൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു 10 മിനിറ്റ് ദാദി ഏകാന്തമായി പോകും മനസ്സിന്. അത് കഴിഞ്ഞിട്ട് പറയാം, ഇനി പറ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ, എന്നിട്ട് അതിന് പട്ടാപ്പട്ട ഉത്തരം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഉത്തരം എഴുതി എല്ലാവർക്കും അയച്ചിരുന്നു. अभी विस्तार बहुत हुआ, उसके बाद ज्ञान सरोवर बना, उसके बाद शांति वन बना, मनमोहिनी वन बना, मान सरोवर बना। अभी तो 20,000 लोगों की व्यवस्था, कहाँ तो 100 लोगों के लिए हम लोगों को बहुत मेहनत करनी पड़ती है, और 20,000 लोग आके कैसे चले जाते पता नहीं चलता। അപ്പം അങ്ങനെയാണ് യജ്ഞവിസ്താരത്തിലേക്ക് പോയത്. 100 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നും ഇന്ന് 20,000 30,000 പേരെ താമസിക്കാനും ഒരുമിച്ചിരുന്ന് മിലനം ചെയ്യാനുള്ള എല്ലാ വ്യവസ്ഥകളും ചെയ്തു. അപ്പോൾ അത്രയും മാറ്റം ആ യജ്ഞത്തിൽ സംഭവിക്കാനുള്ള ഫസ്റ്റ് തുടക്കം യജ്ഞസ്നേഹി സഹയോഗികളായ ആത്മാക്കൾ അല്ലേ. എൻ്റെ അർത്ഥം പറഞ്ഞ് അവർക്ക് ജ്ഞാനയോഗം അത്ര ഉണ്ടാവില്ല, എന്നാലും ബാബയോടുള്ള സ്നേഹം, യജ്ഞത്തിനോടുള്ള സ്നേഹം. यज्ञ स्नेही सहयोगी बच्चों के कारण 20,000 लोग आते हैं। उनके लिए रहने की व्यवस्था एक है, आवास की, उनके लिए खाने की व्यवस्था, सब प्रकार के दाल चावल तेल मसाले, बहुत सारे सब्जियां, ये वो कौन देता है, कहाँ से आता है। 20,000 का रेगुलर भोजन, 3 भंडारे चलते हैं, ज्ञान सरोवर, पांडव भवन, शांतिवन। अब ये सब का किसके सहयोग से हो रहा है, कौन करा रहा है। देखने वाला तो सोच ही नहीं सकता है कितनी बड़ी व्यवस्था, कहीं कोई से मांगा नहीं जाता, किसी को कहा नहीं जाता, लेकिन कर्म करावनहार बाबा करा रहा है। किसके सहयोग से, अपने यज्ञ स्नेही और सहयोगी बच्चों के सहयोग। അപ്പോൾ ഇത്രയും വലിയൊരു വ്യവസ്ഥ, ഇത്രയും വലിയൊരു യജ്ഞം എങ്ങനെ നടത്തിപ്പോകുന്നു എന്നുള്ളത് നോക്കുന്നവർക്ക് ഒട്ടും പിടുത്തം കിട്ടുകയില്ല. കാരണം 3 സ്ഥലത്താണ് ഭണ്ഡാരം നടക്കുക. ഒന്ന് പാണ്ഡവ ഭവനത്തിൽ ഭണ്ഡാരം നടക്കും, രണ്ടാമത്തത് ജ്ഞാനസരോവർ, മൂന്നാമത്തെ ശാന്തിവൻ. കേവലം താമസിക്കാൻ മാത്രമുള്ള സൗകര്യം ഒരുക്കാൻ പോരല്ലോ, അവർക്ക് വരുന്നവർക്കെല്ലാം ഭക്ഷണം കാര്യങ്ങൾ, അതിന് അരിയാകട്ടെ എണ്ണയാകട്ടെ എല്ലാം A to Z, ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ആരാ അവിടെ എത്തിക്കുന്നത്?
അപ്പോൾ അത് ചിന്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ അത് എത്തിക്കുന്നത് ആരായിരിക്കും? ഈ ജ്ഞാനി യജ്ഞസ്നേഹികളും യജ്ഞസഹയോഗികളായിരിക്കുന്ന മക്കളാണ്. एक बार हमारे पास 2 VIP आए, कॉन्फ्रेंस चली थी ज्ञान सरोवर में रूरल विंग की कॉन्फ्रेंस में 2 साइंटिस्ट आए थे एग्रीकल्चर के, दिल्ली से गवर्नमेंट की तरफ से बड़े साइंटिस्ट थे। उनको कुछ समझ में नहीं आ रहा था कि योग क्या है, योगी खेती क्या है, कैसे तुम लोग कहते हो, समझ नहीं आ रहा था। बैठे बोर हो रहा था भाषण में, तो मैंने कहा चलो मैं आपको घुमा के लाता हूँ। उसको ले आया बाहर, हाल से ले आया बाहर ज्ञान सरोवर में, और उसको एक स्टोर में घुसेड़ा। स्टोर, और वो स्टोर देखने के बाद भाई ने जब दिखाना शुरू किया, जो संभालने वाला था, उसमें इतनी वैरायटी के साबुन हैं, इतनी वैरायटी के पेस्ट हैं, इतने पेस्ट ब्रश हैं, इतना ये है। लिस्ट अनुसार उसने एक चीज, चप्पल, जूता, जो भाइयों के बहनों के यूज की चीजें हैं, फैंसी स्टोर जिसको हम कहते हैं, उतना व्यवस्थित एक चीज देख करके पूरा घुमाया, और देख करके पूछने लगा मेरे से, ये जो संभालने वाले भाई हैं आप कितनी पे देते हो? पे क्या होती है भाई? यहाँ पर पे नहीं मिलती है, पेमेंट पर नहीं है, कोई नौकर नहीं है, कौन है ये? समर्पित लोग हैं। इतनी व्यवस्था तो अगर मैं 1,00,000 रुपया भी दूँ मास की सैलरी तो भी नहीं कर सकता। तो ऐसे कैसे कर सकते हैं? कुछ लोग कैसे कर रहे हैं? सब फ्री सेवा कर रहे हैं, अपने प्यार से अपना समझ के संभाल रहे हैं। फिर वहाँ से निकाल करके उसको एक मसाले के स्टोर में ले गया, जहाँ सब प्रकार की वैरायटी मसाले रखे, हर प्रकार के, हींग भी है, हल्दी भी है, तो हर प्रकार का मसाला, बड़ा स्टोर था। वो इतनी व्यवस्थित ढंग से रखा हुआ था। भाई ने बड़े प्यार से दिखाना शुरू किया, ये हल्दी है, ये मिर्ची है, ये धनिया है, ये जीरा है, पूरा ही स्टोर दिखाया। मैंने कहा चलो अनाज का स्टोर दिखाता हूँ इसको। अनाज के स्टोर में लेके देखा, अंडरग्राउंड स्टोर बना हुआ, वो सब देख करके ऐसे, तो भगवान के सिवाय कोई नहीं कर सकता है। कुछ नहीं बोला, चला गया। और वहाँ से मेरे को फोन करता है, जो आपने कहा था योग की शक्ति मेरे को अनुभव हो गई। मैं समझ सकता हूँ कोई इंसान ये काम नहीं कर सकता है, ये भगवान ही करता है, वही करा सकता है। इतने सुंदर ढंग से इतना बड़ा कार्य जो चल रहा है, कैसे चल रहा है? यज्ञ से नहीं सहयोगी। कौन खरीदता है, कौन पैसा देता है, कहाँ से आता है, कौन संभालता है? इतना बड़ा कार्य लोग देख करके सोचने लगते हैं कोई पैसा नहीं दे रहे, कोई नौकर नहीं है, और सब कुछ चल रहा है। तो यज्ञ से नहीं सहयोगी बच्चों के द्वारा। ഇപ്പോൾ ഒരിക്കൽ അഗ്രികൾച്ചർ വിങ്ങിൻ്റെ ബൈജി ചെയർപേഴ്സൺ ആണല്ലോ റൂറൽ വിങ് സർവീസിൻ്റെ. അപ്പോൾ ഒരിക്കൽ ആ അഗ്രികൾച്ചർ വിങ്ങിൻ്റെ കോൺഫറൻസ് നടക്കുമ്പോൾ അവിടെ 2 അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കുന്ന സയൻറ്റിസ്റ്റുമാർ വന്നിരുന്നു, VIPs. അപ്പോൾ അവർക്ക് ഇത് യോഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും വലിയ പിടുത്തമില്ല, അവർക്ക് അവിടെ ഇരിക്കാൻ പോലും ഒരു ബോറിങ് അടിക്കുകയായിരുന്നു. അപ്പോൾ ബായിജി പറഞ്ഞു വരും നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ആദ്യം ജ്ഞാനസരോവരത്ത് കൊണ്ടുപോയി. അവിടെ സ്റ്റോറുകളുണ്ടല്ലോ, നമ്മുടെ എല്ലാ കാര്യങ്ങളും വെക്കുന്ന സ്റ്റോർ, അണ്ടർഗ്രൗണ്ട് സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആദ്യം കൊണ്ടുപോയി കാണിച്ചത് അവിടെ താമസിക്കുന്ന സേവാധാരികൾക്കുള്ള ഡെയിലി യൂസിനുള്ള വസ്തുക്കൾ, സോപ്പാകട്ടെ പേസ്റ്റ് ആകട്ടെ, അങ്ങനെ ഓരോരുത്തർ ഓരോ സോപ്പുകളായിരിക്കും ഉപയോഗിക്കുക, പല വെറൈറ്റി ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റോറിൽ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിയപ്പോൾ തന്നെ ഇവർക്ക് തോന്നി ഇവർക്ക് എത്ര പേയ്മെൻറ്റ് എന്ന് ചോദിച്ചു. സ്റ്റോറ് സംഭാവന ചെയ്യുന്ന സമർപ്പിത ബായിയെക്കുറിച്ച് ചോദിച്ചു ഇവർക്ക് എത്ര ശമ്പളമാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടില്ല, ശമ്പളം ഇവിടെ ആരും അങ്ങനത്തെ ജോലിക്കാരല്ല, ഇവിടെ എല്ലാം സമർപ്പിതരായിരിക്കുന്ന സഹോദരന്മാർ. അത് കഴിഞ്ഞിട്ട് ഇവർ മസാലപ്പൊടികളൊക്കെ വെച്ച് സ്റ്റോർ കൊണ്ടുപോയി അവിടെയും വ്യവസ്ഥിതമായിട്ട് വെച്ചത് കണ്ടു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ധാന്യങ്ങൾ വെച്ചിരിക്കുന്ന സ്റ്റോർ കൊണ്ടുപോയി. ഇതൊക്കെ കണ്ടിട്ട് അവർ മിണ്ടാണ്ട് അങ്ങ് പോയതിന് ശേഷം അവർ വിളിച്ച് പറഞ്ഞു പോലും ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടു, ഇതൊന്നും ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല, ഭഗവാന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഹിന്ദി അറിയാലോ, അന്ന് കൈപൊന്തിച്ചൂടെ?
स्थापना के कार्य में बाबा कहता आप कुछ नहीं करो, गोवर्धन पर्वत को उठाने के लिए ये अमृत लगा दो, जो शक्ति है लगा दो, धन की शक्ति है, मन की शक्ति है, धन की शक्ति है। भगवान को आप बच्चों की उंगली का सहयोग चाहिए बस, बाकी उंगली दोगे तो हाथ ले लेगा, छोड़ेगा नहीं। അപ്പോൾ ബാബ പറയണ നിങ്ങൾ ഈ ഇത്രയും വലിയൊരു ഗോവർദ്ധന പർവ്വതത്തെ എടുക്കാൻ വേണ്ടി വലിയ കാര്യമൊന്നും ചെയ്യണ്ട, ചെറുവിരൽ സഹയോഗം ബാബയ്ക്ക് നൽകിയാൽ മതി. അതായത് നിങ്ങൾ എന്ത് ശക്തിയുണ്ട് അത് ബാബയ്ക്ക് കൊടുക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയായിരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ശക്തിയായിരിക്കാം, ധനത്തിൻ്റെ ശക്തിയായിരിക്കാം, എന്ത് നിങ്ങൾക്കുണ്ടോ അത് ബാബയുടെ കാര്യത്തിന് വേണ്ടി ചെയ്യുക. അപ്പോൾ ബാബ ചെറുവിരൽ കൊടുത്താൽ മതി, ബാക്കിയുള്ളതും ബാബ എടുത്തോളൂ. गांधी जी ने भारत को जब स्वतंत्र कराने की नारा दिया, इनकलाब जिंदाबाद, नारा था गांधी जी का, इनकलाब जिंदाबाद, तो उस नारे के आधार से उन्होंने बहुत सारे लोगों को इकट्ठा कर लिया, पूरे भारत में एकता बना दी। उस समय कोई 2 दिन, कोई 4 दिन, कोई 10 दिन जेल में गया, पकड़े गए, जेल में गए, कुछ मारे गए, लेकिन जिन्होंने 2-4 दिन भी उस समय आंदोलन में भाग लिया, सहयोग दिया, वो आज तक उनको स्वतंत्रता सेनानी कह करके पेंशन मिलती है। और वो फर्स्ट एसी में, सेकेंड एसी में ट्रेन की टिकट मिलती है। आप सभी भगवान के इस कार्य में, कलयुग को सतयुग बनाने के कार्य में अगर थोड़ा भी सहयोग देंगे तो सतयुग त्रेता के अंदर कितना बड़ा आपको पद मिल जाएगा। उनको तो टिकट ही मिलेगी और आपको तो राजा ही मिलेगा। മൊബൈൽ നേരത്തെ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അതായത് ബായിജി പറയാണ്, ഭാരതത്തിന് സ്വാതന്ത്ര്യം കൊണ്ടുതരാൻ വേണ്ടിയിട്ട് തുടക്കം വെച്ചത് മഹാത്മാഗാന്ധിയായിരുന്നു. ഒറ്റയ്ക്കാണ് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയത്, ഇൻക്ലാബ് സിന്ദാബാദ്. അതിന് കൂട്ടിച്ചേർത്ത് ബാക്കി എല്ലാവരും അതേ മുദ്രാവാക്യം വിളിക്കുകയും അവർക്കൊപ്പം കൈകോർക്കുകയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുകയും ചെയ്തു. അതിൽ പലരും ജയിലിലേക്ക് പോകേണ്ടി വന്നു, പലർക്കും മരണം സംഭവിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായാലും ഇപ്പോഴും അന്ന് അവർക്ക് ആരാണ് സഹയോഗികളായത്, അവരെ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് ഗ്രൂപ്പ് ലിസ്റ്റിൽ വരികയും അവർക്ക് ഇന്നും അതിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ബാബ പറയാണ്, നിങ്ങൾ ഈ കലിയുഗത്തെ സ്വർഗമാക്കുന്ന കാര്യത്തിൽ ബാബയ്ക്ക് നിങ്ങൾ സഹയോഗിയാകുമ്പോൾ സത്യുഗത്രേതായുഗത്തിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ശ്രേഷ്ഠ പദവിയല്ലേ ആയിരിക്കാം. അവർക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ പോകാനേ പറ്റുകയുള്ളൂ, ട്രെയിനിലോ ഫ്ലൈറ്റിലോ എവിടെയും. പക്ഷെ നിങ്ങൾക്ക് അപ്പോൾ എത്ര വയസ്സ് ചോദിക്കണം, കയ്യെങ്കിലും ഉയർത്തിക്കൂടെ? എന്താണ് ആകേണ്ടത്? यज्ञरक्षक। अभी हम शाम को जो क्लास कराएंगे यज्ञ रक्षक किसको कहा है? नहीं सहयोगी तो बहुत है, लेकिन रक्षक किसको कहेंगे? बाबा को ऐसे बच्चों की जरूरत है कि यज्ञ रक्षा करें। तो कैसे रक्षक बनेंगे और कैसे और विस्तार हुआ, तो बहुत बड़ा विस्तार है, बहुत बड़ी कहानियां हैं। ध्यान सरोवर के पीछे बहुत बड़ा कहानी है, शांति वन के पीछे उससे बड़ी कहानी है। अगर सुनाएंगे ना तो बेटर होगा। तो आप सभी आज स्नेही सहयोगी आत्माएं तो हो ही, अभी विचार करना कि हम यज्ञ रक्षा कैसे बने। और यज्ञ रक्षा में सबसे बड़ी है हमारी ईश्वरीय धारणाएं। जितना हम ईश्वरीय नियम मर्यादाओं में दृढ़ रहते हैं उतना हम यज्ञ रक्षा करते हैं। तो उसके लिए फिर शाम को 3:30 बजे से 4:30 बजे तक, 3 बजे से 4 बजे तक क्लास करेंगे। कोई प्रश्न है तो दे सकते हो। 4 से 4:30 योग करके फिर जो दूर से आए हैं छुट्टी देंगे। सभी को आपके साथ 4 बजे 4:30 बजे जो इधर बैठते हैं उनको भाई जी के साथ ग्रुप फोटो है। 4:30 कुमारों को, कुमार कितने बैठे हाथ उठाओ? कुमार कई करते हैं। अरे बहुत है भाई कुमारों के लिए स्पेशल है, उनको रुकना है। उनको फिर हम 6:30 बजे से 7 बजे तक मिलेंगे। കുമാരന്മാർക്ക് മാത്രം 6 മണി മുതൽ 7 മണി വരെ
സ്പെഷ്യൽ ക്ലാസ് कुमार कौन कौन रुकेंगे 6 से 7 हाथ उठाओ 6 മുതൽ 7 മണി വരെ കുമാരന്മാരാരൊക്കെയാ हाँ है सभी हाँ അവരൊക്കെ നിൽക്കില്ലേ? ठीक है 6 से 7 कुमारों के साथ अलग करेंगे बाकी सबको छुट्टी दे देंगे അപ്പം അതുകൊണ്ട് യജ്ഞസ്നേഹിയും യജ്ഞസഹയോഗി ആരാണെന്നുള്ള വ്യക്തത തന്നു വിത്ത് എക്സാമ്പിൾ, പ്രാക്ടിക്കൽ എക്സാമ്പിൾ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് യജ്ഞരക്ഷകരാരാണ്. അപ്പം അതിലൊരു പോയിന്റ് പറഞ്ഞത് യജ്ഞരക്ഷകൻ എന്നറിയപ്പെടണമെങ്കിൽ ആകണമെങ്കിലും അവർ സ്പെഷ്യലി ബാബയുടെ ശ്രീമതത്തിൻ്റെ ധാരണയുടെ ആധാരത്തിലാണ്. അപ്പം നമുക്ക് വൈകിട്ട് 3 മണി മുതൽ 4 മണി വരെ അതിൻ്റെ ക്ലാസ്സും ചിന്തനങ്ങളും ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതും നേരത്തെ പറഞ്ഞതുപോലെ കുറിച്ച് തരാം. ബാക്കി അതിനുശേഷം അതുവരെ ഇരിക്കുന്നവർക്ക് ഫോട്ടോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തത് കുമാർസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു കയ്യടി കൊടുത്തേ. ഓം ശാന്തി. आपको जानना है पूछना है तो लिख के दे देना ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട്. चलो 5 मिनट बाबा को याद करके